Okay. Hello dear students, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം JEE മെയിൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ കെമിക്കൽ കൈനറ്റിക്സിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഷുവറായിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു പോർഷൻ തന്നെയാണ് കെമിക്കൽ കൈനറ്റിക്സ്. അപ്പോൾ എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡൈനൈട്രോ പെൻറ്റോക്സൈഡ് ഡികമ്പോസസ് ആസ് ഫോളോസ്. N2O5 gives 2NO2 plus half O2. Given that minus d by dt of NO2 is equal to K1 into concentration of N2O5, d by dt of concentration NO2 is equal to K2 into concentration of N2O5 and d by dt of O2 is equal to K3 into N2O5. What is the relation between K1, K2 and K3 എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന റേറ്റ് എക്സ്പ്രഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ ആദ്യം നമുക്കൊന്ന് എഴുതി നോക്കാം. റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് d by dt of concentration of what? N2O5 is equal to 1 by 2 into d by dt of concentration of what? NO2 is equal to 1 by 2 വരുമ്പോൾ 2 into d by dt of concentration of what? O2, right? O2. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ പോയിൻറ്റിൻ്റെ ഓരോ റേറ്റ് എക്സ്പ്രഷൻ്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. d by dt ഓഫ് N2O5 എടുക്കുമ്പോൾ ലിസൺ ഇവിടെ വരുന്നത് റേറ്റ് ഈസ് ദെയർ ഫോർ ഇതിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. d by dt ഓഫ് N2O5 എന്ന് വെച്ചാൽ K2 ഇൻറ്റു അല്ലേ K2 ഇൻറ്റു എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് d by dt ഓഫ് N2O5 K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് N2O5 എന്ന് പറയുന്നുണ്ട്. 1 by 2 ഇൻറ്റു d by dt ഓഫ് NO2ൻ്റെ വാല്യൂ d by dt ഓഫ് NO2ൻ്റെ വാല്യൂ K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് N2O5 is equal to 2 into d by dt of concentration of O2 is equal to K3 into concentration of N2O5 എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് N2O5 ഇവിടെ കട്ട് ചെയ്ത് കളയാം. ബാക്കി അവിടെ ഉള്ള എന്താണോ അതങ്ങ് എടുത്തെഴുതിയാൽ മാത്രം മതി. ദറ്റ് ഈസ് K1 ഈസ് ഈക്വൽ ടു ഹാഫ് K2 ഈസ് ഈക്വൽ ടു വാട്ട് 2 K3 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കാണുന്നില്ല. നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2K1 പ്ലസ് K2 ഈസ് ഈക്വൽ ടു 4K3 എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ 4 വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ 4. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. റേറ്റ് എക്സ്പ്രഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എ ഗിവിംഗ് പ്രൊഡക്റ്റ് അറ്റ് ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് 3.24 into 10 raised to minus 2 molar, 9 times its rate at another initial concentration of 1.2 into 10 raised to minus 3 molar. The order of the reaction is, നമുക്കറിയാം റിയാക്ഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് റേറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു എക്സ് അല്ലെങ്കിൽ A റൈസ് ടു ആൽഫ എന്ന് നമുക്ക് കൊടുക്കാം. ഇതെന്ന് പറയുന്ന ഓർഡറാണ്, റിയാക്ഷൻ്റെ ഓർഡറാണ്. ഇതതിൻ്റെ റേറ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എ ഗിവിംഗ് പ്രൊഡക്റ്റ് അറ്റ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് 3.24 into 10 raised to minus 2 molar, 9 times its rate at another initial concentration of 1.2 into 10 raised to minus 3 ആണ്. സോ ഞാനിവിടെ റേറ്റിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് 1.2 into 10 to the power minus 3 the whole raised to alpha എന്ന് എഴുതുന്നു. ഇനി അടുത്ത വേറൊരു റേറ്റ് എന്ന് പറയുന്നത് 9 ടൈംസ് എന്നാണ് പറയുന്നത്. 9 ടൈംസ് ഇറ്റ്സ് റേറ്റ് അറ്റ് അനദർ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 9R ഈസ് ഈക്വൽ ടു K ഇൻറ്റു
വേറൊരു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പറയുന്നുണ്ട് 3.24 ഇൻറ്റു 10⁻⁻2 ദ ഹോൾ റൈസ് ടു ആൽഫ എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഇപ്പോൾ രണ്ട് ഇക്വേഷനായിട്ട് 1 ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ലിസൺ 2/1 എടുക്കുക. 2/1 എടുക്കുമ്പോൾ എന്ത് കിട്ടും മക്കളെ? 2/1 എടുക്കുമ്പോൾ 2/1 നമ്മൾ എടുക്കുന്ന സമയത്ത് സോ 9r/r ഈസ് ഈക്വൽ ടു കെ ഒക്കെ കട്ടായി പോയി. സോ 9r/ എന്ത് കിട്ടും? r ഈസ് ഈക്വൽ ടു കട്ടായി ബാക്കി എന്താണ് 32. ഞാൻ റൗണ്ട് ചെയ്ത് 32.4 ഇൻറ്റു റീഅറേഞ്ച് ചെയ്തിട്ട് ഞാൻ 10⁻³ എന്ന് എഴുതുന്നു. 10⁻³ ഡിവൈഡഡ് ബൈ 1.2 ഇൻറ്റു 10⁻³ ദ ഹോൾ റൈസ് ടു ആൽഫ എന്ന് എഴുതുന്നു. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ 6 കട്ടായി പോയി. ബാക്കി എന്ത് കിട്ടും? 3² ഈസ് ഈക്വൽ ടു 32.4 ബൈ ഇവിടെ 10⁻³ കട്ടായി പോയി. ബാക്കി ഇവിടെ 27⁻² എന്ത് കിട്ടും? ആൽഫ എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 3² ഈസ് ഈക്വൽ ടു 3³ ആൽഫ എന്ന് കിട്ടും. സോ ഇതിൻ്റെ പവർ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 3 ആൽഫ ഈസ് ഈക്വൽ ടു വാട്ട്? 2. സോ ആൽഫ ഈസ് ഈക്വൽ ടു വാട്ട്? 2/3 എന്ന് കിട്ടും. ആൽഫ ഈസ് ഈക്വൽ ടു 2/3. ദാറ്റ് മീൻസ് ഓർഡർ ഈസ് ഈക്വൽ ടു വാട്ട്? 2/3 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ 2/3 ആണ്. ഓപ്ഷൻ 4 കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ സാധാരണ സിമ്പിളാണ് എന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് നിന്ന് കൂടുതൽ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് ക്ലിയറായിട്ട് ഓർത്ത് വെച്ച് പഠിക്കാം. നെക്സ്റ്റ് ഇസ് തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. In the manufacture of NH3 by Haber process, N2 plus 3H2 gives 2NH3 ആണ്. The rate of reaction was measured as reaction rate minus d/dt of N2 is equal to 2 into 10⁻⁻4 mole liter raised to -1 second raised to -1. The rate of reaction expressed in terms of hydrogen is. ഇതൊരു റേറ്റ് എക്സ്പ്രഷനുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ റിയാക്ഷൻ തന്നിരിക്കുന്നത് N2 പ്ലസ് 3H2 ഗീവ്സ് 2 NH3 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് N2 ഈസ് ഈക്വൽ ടു മൈനസ് 1/3 ഇൻറ്റു d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H2 is equal to 1/2 into d/dt of concentration of what? NH3. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ rate of reaction was measured as minus d/dt of nitrogen is equal to 2 into 10⁻⁻4. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 into 10⁻⁻4 എന്നിവിടെ തന്നിട്ടുണ്ട്. Rate of reaction expressed in terms of hydrogen is. Rate of reaction is expressed in terms of hydrogen is. This point is important. Rate of reaction is expressed in terms of hydrogen is. അതായത് നമ്മൾ ഈ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് റേറ്റ് ഇൻ ടേംസ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഇൻ ടേംസ് ഓഫ് NH3. ഇൻ ടേംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? റേറ്റ് ഇൻ ടേംസ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഇൻ ടേംസ് ഓഫ് NH3 ആയിരിക്കും. അത് മിസ്റ്റേക്ക് വരുത്തരുത്. ഓക്കെ, അപ്പോൾ പല കുട്ടികളും ഇവിടെ നമുക്ക് ചോദിക്കുന്ന സമയത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ എന്ന് ചോദിക്കുമ്പോൾ 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്, കോയിഫിഷ്യൻ്റ് കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാറുണ്ട്. അത് മിസ്റ്റേക്കാണ്, ശ്രദ്ധിക്കുക. അത് ഇവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ കമ്പോണൻറ്റ് എപ്പോഴും അവിടെ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ സെയിം ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എഴുതാൻ പറ്റും. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ എന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മൈനസ് 1/3 ഇൻറ്റു d/dt ഓഫ് N2 എന്ന് എഴുതാം. ബട്ട് ഇവിടെ അങ്ങനെ എഴുതരുത്, ഈ 3 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഓൾസോ എന്ത് തന്നെയാണ്? 2 into 10⁻⁻4. So the answer is what? 2 into 10⁻⁻4. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യരുത്. പല കുട്ടികളത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇത് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റനാണ്, ഓർത്ത് വയ്ക്കുക. റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു. ഇൻ ടേംസ് എന്ന് വെച്ചാൽ എപ്പോഴും അത് സെയിം ആയിരിക്കും, മാറ്റം ഇല്ല.
ക്ലിയർ ആയല്ലോ. ഇനി റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ആവും. സോ ഇവിടെ റേറ്റ് ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഇൻ ടേംസ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഇൻ ടേംസ് ഓഫ് NH3. എല്ലാ റേറ്റും എന്താണ്? സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അത് മിസ്റ്റേക്ക് വരുത്തരുത്. ഓക്കെ, യെസ്. സോ ദ ആൻസർ ഈസ് വാട്ട്? 2 × 10⁻⁻⁴. 2 × 10⁻⁻⁴ ഈസ് ദ ആൻസർ. ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. നമ്മളെപ്പോഴും ഈ കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻസ് എന്നോ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്ട്സ് എന്നോ പറയുന്ന സമയത്ത് മാത്രം നിങ്ങൾ കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ ആയല്ലോ. യെസ്. നെക്സ്റ്റ് ഈസ് question number 4, നാലാമത്തെ question. For the reaction 2A plus B giving A to B, rate is equal to K into concentration of A into B square with K is equal to 2 × 10⁻⁻�6 mole raised to -2 liter square second raised to -1. What is the rate of reaction when A is reduced to 0.06 mole per liter? Initial concentration of A is equal to 0.1, that of B is equal to 0.2 mole liter raised to -1. Okay, initial rate of reaction when A equal to 0.1 തന്നിട്ടുണ്ട്, B is equal to 0.2 തന്നിട്ടുണ്ട്, ഈസ് ഇനിഷ്യൽ റേറ്റിൻ്റെ വാല്യൂ 8 × 10⁻⁻9 എന്നാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ അവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്? What is the rate of reaction when A is reduced to 0.60 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് സോൾവ് ചെയ്യാം. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട കാര്യം ഇത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. what is the rate of reaction when A is reduced to 0.60? അപ്പോൾ ആദ്യം റിയാക്ഷൻ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ദറ്റ് ഈസ് 2A plus B giving A to B എന്ന് പറയുന്നുണ്ട്. 2A plus B giving A to B എന്ന് പറയുന്നുണ്ട്. ഓക്കെ, what is the rate of reaction when A is reduced to 0.60? സോ ഇവിടെ ഇനിഷ്യൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എയുടെ കോൺസെൻട്രേഷൻ 0.1 ആണ്. എയുടെ കോൺസെൻട്രേഷൻ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 0.1 ആണ്. ബിയുടെ കേസ് നമുക്ക് തന്നിട്ടുണ്ട് 0.2 ആണ്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫൈനൽ കോൺസെൻട്രേഷനിലേക്ക് പോവുകയാണെങ്കിൽ 0.1 - 2x, ഇവിടെ 2 മോൾ ഉള്ളത് കൊണ്ട് 1 - 2x അല്ലേ. ഇവിടെയാണെങ്കിലോ 0.2 ഇവിടെ ഉണ്ടാകുന്ന ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ 1 മോളേ ഉള്ളൂ. അപ്പോൾ 0.2 - x എന്ന് കൊടുക്കാം. അപ്പോൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.1, ഇത് 0.2, ഫൈനൽ കോൺസെൻട്രേഷൻ 0.1 - 2x, 0.2 - x എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട വാട്ട് ഇസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വെൻ എ ഈസ് റെഡ്യൂസ് ടു 0.06 മോൾ പെർ ലിറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? എ ഈസ് റെഡ്യൂസ്ഡ് ടു 0.60. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എയുടെയും ബിയുടെയും ഫൈനൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചാൽ മതി. എയുടെയും ബിയുടെയും ഫൈനൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചിട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 - നമുക്കിവിടെ 0.1 - 2x concentration of final concentration of A 0.1 - 2x is equal to what? 0.06 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം that is 2x is equal to 0.04 എന്ന് കിട്ടും. സോ x is equal to what? x is equal to 0.02 എന്ന് കിട്ടും. x is equal to 0.02. സോ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് വരാൻ പറ്റും. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യം ഇവിടെ ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ എന്താ? സോ ബിയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന x is equal to what? x is equal to 0.02 എന്ന് കിട്ടും. സോ നമുക്കിവിടെ കൊടുക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് ബി is equal to what? കോൺസെൻട്രേഷൻ ഓഫ് ബി is equal to what? 0.2 minus 0.02, that is equal to 0.18 എന്ന് കിട്ടും. 0.18. കോൺസെൻട്രേഷൻ ഓഫ് ബി is equal to 0.18. സോ ഇവിടുത്തെ റേറ്റ് എക്സ്പ്രഷൻ ഇവിടെ പറയുന്നുണ്ട്. റേറ്റ് എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു വാട്ട്? therefore rate is equal to K into concentration of A into concentration of what? B square, right? B square. So rate is equal to what? K into എന്താ തന്നിരിക്കുന്നത്? K is equal to 2 into 10 raised to what? -6, 10 raised to -6 into concentration of A into concentration of A. What is the concentration of A? Aയുടെ concentration 0.06, right? 0.06 into what is the concentration of B? 0.18 the whole square.
ഇത്രയും നമ്മൾ സോൾവ് ചെയ്താൽ ഇത്രയും ചെയ്താൽ മതി, പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. വാട്ട് ഈസ് ആ റേറ്റ് ഓഫ് റിയാക്ഷൻ വെൻ എ ഈസ് റെഡ്യൂസ് ടു 0.06? ഓക്കെ, ഇതൊരു പഴയൊരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2 × 10⁻⁻⁶, ഓക്കെ, 0.18. R is equal to 2 × 10⁻⁻⁶ into ഇത് 6 × 10⁻² into 18 × 10⁻² the whole square. So solve ചെയ്യുമ്പോൾ 6, 18 × 2 സോൾവ് ചെയ്യുന്ന സമയത്ത് റേറ്റിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് ഫൈനൽ സൊല്യൂഷൻ നമുക്ക് കിട്ടും 3.89. കിട്ടുന്ന ഫൈനൽ ആൻസർ ഇതാണ് 3.89 into 10⁻⁻⁹ 10⁻⁻⁹. 3.89 into 10⁻⁻⁹ is the answer. 3.89 into 3.89 into 10⁻⁻⁹ is the answer, right? Okay. Okay. 3.89 into 10⁻⁻�9 is the answer. So ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ അടുത്ത അല്ലേ 3.89 ആണ്. 3.89 into 10⁻⁻⁹ is the answer. Next we go to next question. Question number 5. Question number 5 വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. For a reaction system, listen, for a reaction system, 2NO plus O2 gives 2NO2. Oleum is suddenly reduced to half its value by increasing the pressure on it, right? If the reaction is of first order with respect to O2 and the second order with respect to NO, reaction is first order with respect to O2 and second order with respect to what? NO, with respect to NO. The rate of reaction will be. So this is very, very important. Listen, consider the reaction 2NO plus O2 gives 2NO2. What is the rate? Rate is equal to K into concentration of NO raised to alpha and O2 raised to beta. Alpha plus beta order ആണ് ഇവിടെ. So R is equal to what? K into ഇവിടെ തന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു O2 ആൻഡ് സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു NO. So NO square and O2 raised to 1, right? O2 raised to 1, correct അല്ലേ? O2 raised to 1. So ഇവർ പറയുന്നുണ്ട് എന്താണ്? Volume is suddenly reduced to half. ഈ സിസ്റ്റത്തിൻ്റെ volume is suddenly reduced to half. That is volume becomes what? V by 2. Volume എന്തായിട്ട് മാറി? V becomes V by 2 ആയിട്ട് മാറി. നമുക്കറിയാം വോളിയം കോൺസെൻട്രേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. V become V by 2 ആണെങ്കിൽ കോൺസെൻട്രേഷൻ C become എന്തായിട്ട് മാറും? 2C ആയിട്ട് മാറും. C become 2C ആയിട്ട് മാറും. V becomes V by 2 then C become 2C ആയിട്ട് മാറും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ റേറ്റ് എന്ന് പറയുന്നത് R dash is equal to K into എന്തായിട്ട് മാറും മക്കളെ? എന്തായിട്ട് മാറി? ഇപ്പോൾ R എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് മാറി? K into NO, that is concentration double ആയി. വോളിയം become V by 2 ആയ സമയത്ത് C become 2C ആയി കൺവേർട്ട് ചെയ്തു. സോ നമുക്ക് ഇങ്ങനെ പറയാം 2 into അല്ലേ, കറക്റ്റ് അല്ലേ? 2 into NO square into 2 into O2 raised to 1. സോ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് therefore 2 square എന്ന് പറയുന്നത് 4 into 2 8 K into concentration of NO square into concentration of what? O2, right? സോ നേരത്തെയുള്ള കോൺസെൻട്രേഷനേക്കാൾ നേരത്തെയുള്ള റേറ്റിനേക്കാൾ 8 ടൈംസ് റേറ്റ് അവിടെ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. R dash is equal to 8K into NO square into concentration of O2. That means the rate of reaction will increase to 8 times its 8 times its initial value. That is correct answer is option 3, increase to 8 times of its initial value. Clear ആയല്ലോ? Yes, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. So the answer is option 3. Clear?
Next is question number 6. Select the incorrect statement. Select the incorrect statement. Rate constant K is the measure of rate of reaction. അത് കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് റേറ്റ് കോൺസ്റ്റൻ്റ് വാല്യൂ നോക്കിയിട്ട് നമുക്ക് റേറ്റ് അല്ലെ റിയാക്ഷൻ്റെ സ്പീഡും റേറ്റൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. റേറ്റ് കോൺസ്റ്റൻ്റ് K is the measure of rate of reaction. Order of reaction can be fractional but molecularity is never. റിയാക്ഷൻ്റെ ഓർഡർ നമ്മൾ നോക്കുന്ന സമയത്ത് റിയാക്ഷൻ്റെ ഓർഡറിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ വരാം, ശരിയല്ലേ? 0 വരാം, ഓർഡറിൻ്റെ വാല്യൂ 0 വരാം, അപ്പോൾ ഫ്രാക്ഷൻ വരാം. ബട്ട് മോളിക്കുലാരിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മോളിക്കുലാരിറ്റി കേസിൽ ഫ്രാക്ഷണൽ വരില്ല, ശരിയല്ലേ? മോളിക്കുലാരിറ്റി 0 വരില്ല. സോ ഓർഡർ ഓഫ് റിയാക്ഷൻ ക്യാൻ ബി ഫ്രാക്ഷൻ ബട്ട് മോളിക്കുലാരിറ്റി ഈസ് നെവർ. കറക്റ്റ് തന്നെയാണ്. റിയാക്ഷൻസ് യൂഷ്വലി ഹാവ് മോളിക്കുലാരിറ്റി 1 or 2, ശരിയല്ലേ? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻസ് യൂഷ്വലി ഹാവ് മോളിക്കുലാരിറ്റി 1 or, ജനറലി മോളിക്കുലാരിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 or 2 ആണ്, ശരിയല്ലേ? മോളിക്കുലാരിറ്റി ഹയർ മോളിക്കുലാരിറ്റി 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 ഒക്കെ വരികയാണെങ്കിൽ അത് ഇമ്പോസിബിൾ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം റിയാക്ടൻ്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും എഫക്റ്റീവ് കൊളിഷൻ എന്ന് പറയുന്നത് ബൈമോളിക്കുലാർ കൊളിഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മോളിക്കുലാരിറ്റിയുടെ വാല്യൂ നമ്മൾ ജനറലി 2 ആയിരിക്കും, അല്ലേ? അല്ലെങ്കിൽ 1 or 2 ആയിരിക്കും വരാൻ ചാൻസ് വളരെ കൂടുതൽ, ശരിയല്ലേ? നമ്പർ ഓഫ് റിയാക്റ്റീവ് മോളിക്യൂൾസ് വിച്ച് undergoing simultaneous collision to produce a chemical change is called what? Molecularity. Number of reactive species which undergo simultaneous collision to produce a chemical change is called what? Molecularity. So molecularity value generally 1 ആയിരിക്കും, അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി അത് 2 ആയിരിക്കും. ഓക്കെ, റിയാക്ഷൻസ് യൂഷ്വലി ഹാവ് മോളിക്കുലാരിറ്റി 1 or 2, കറക്റ്റ് തന്നെയാണ്. ഓർഡർ ഓഫ് റിയാക്ഷൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ബാലൻസ്ഡ് ഇക്വേഷൻ. ഇതൊരിക്കലും പറയാൻ പറ്റില്ല. മോളിക്കുലാരിറ്റി നമുക്ക് ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കി പറയാൻ പറ്റും, പക്ഷേ എന്താണ് ഓർഡർ ഓഫ് റിയാക്ഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ബാലൻസ്ഡ് ഇക്വേഷൻ ഇസ് ദ റോങ് ഓപ്ഷൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. സെലക്ട് ദ ഇൻകറക്റ്റ് ആണ്. ഇൻകറക്റ്റ് ആണ് നമുക്ക് വേണ്ടത്, ഇൻകറക്റ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. ക്ലിയർ? യെസ്. Question number 7. For a reaction to a plus 4B to a giving 4B plus C, rate constant is 7.48 into 10 to the power minus 3 second inverse. Find the time required for the total pressure of the system to reach 0.175 atm from the initial pressure of 0.1 atm എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്, എക്സാമിന് വന്നിട്ടുള്ളതാണ്, ബട്ട് NCERT-യിലൊക്കെ കൊടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ലിസൺ, ഇത് റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു 7.48 into 10 raised to minus 3 second inverse. സോ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സെക്കൻഡ് ഇൻവേഴ്സ് ആണ് യൂണിറ്റ് എന്നാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും ഇത് ഫോളോ ചെയ്യുക. നമ്മുടെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ 2A ഗിവ്സ് 4B plus C. ഗ്യാസ് ആണ് എല്ലാവരും തന്നിരിക്കുന്നത്, ഗ്യാസ് തന്നെയാണ്. ഓക്കെ, ഗ്യാസ് തന്നെയാണ്. ഇനിഷ്യൽ പ്രഷർ, ഞാൻ ഇനിഷ്യൽ പ്രഷർ P0 എന്ന് കൊടുത്തു. ഇത് 0 ആണ്, ഇത് 0 ആണ്, ശരിയല്ലേ? അപ്പോൾ ഫൈനലിലേക്ക് വരികയാണെങ്കിൽ ഫൈനൽ പ്രഷർ ആണെങ്കിൽ P0 മൈനസ് 2x എന്ന് കൊടുക്കാം, അല്ലേ? ഡിക്രീസ് ചെയ്യുന്ന പ്രഷർ നോക്കുകയാണെങ്കിൽ സ്റ്റോഷിയോമെട്രിയും കൂടെ കൺസിഡർ ചെയ്യുക. P0 മൈനസ് 2x. അപ്പോൾ ഇവിടെയും 1 മോളിൻ്റെ കേസിൽ x, 4 മോളിൻ്റെ കേസിൽ 4x, ഇവിടെ 1 മോൾ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? x. അപ്പോൾ ഇനിഷ്യൽ പ്രഷർ P0 എന്ന് പറയാൻ പറ്റും. ഫൈനൽ പ്രഷർ P0 മൈനസ് 2x, ഇവിടെ 4x, x. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു പ്രഷറിൻ്റെ അറേഞ്ച്മെൻറ്റ്. P0 മൈനസ് 2x, 4x. ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ഫോർ ദ ടോട്ടൽ പ്രഷർ ഓഫ് ദ സിസ്റ്റം ടു റീച്ച് 0.175 atm. ദാറ്റ് ഈസ് P ടോട്ടൽ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോ മക്കളെ, P ടോട്ടൽ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ടോട്ടൽ പ്രഷർ, ഫൈനൽ പ്രഷർ എന്ന് വെച്ചാൽ P0 മൈനസ് 2x പ്ലസ് 4x പ്ലസ് x ആണ്. സോ P ടോട്ടൽ ഈസ് ഈക്വൽ ടു, P ടോട്ടലിൻ്റെ വാല്യൂ 0.175 atm ഈസ് ഈക്വൽ ടു P0 മൈനസ് 4x പ്ലസ് x 5x മൈനസ് 2x എന്ന് പറയുന്നത് 3x. സോ P0 പ്ലസ് വാട്ട്? 3x, റൈറ്റ്? P0 പ്ലസ് 3x. Then what is the value of P0? What is the initial pressure is equal to 0.1. P0 means initial pressure. That is equal to 0.175 is equal to 0.1 plus 3x. So നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 3x is equal to 0.075, right?
1 minus 0.175, that is equal to 0.075. Therefore x is equal to what? X is equal to 0.075 divided by 3, that is equal to 0.025. That is equal to 0.025, right? 0.025. So ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി അത് സോൾവ് ചെയ്യാം. നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ മക്കളെ അവിടെ കണ്ടുപിടിക്കേണ്ട? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ ടൈം പീരീഡ് അല്ലേ? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ ടൈം പീരീഡ് ആണ്, കറക്റ്റ് അല്ലേ? ഫൈൻഡ് ദ ടൈം. യെസ്, അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ടി ഈസ് ഇക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ വാട്ട്? റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു ലോഗ് അല്ലേ? ലോഗ് ദറ്റ് ഈസ് P0 ഡിവൈഡഡ് ബൈ PA അല്ലേ? കോൺസെൻട്രേഷൻ ആണെങ്കിൽ A ഡിവൈഡഡ് ബൈ A മൈനസ് എക്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ R0 ബൈ R എന്ന് കൊടുക്കാം. ഇവിടെ പ്രഷർ ആണെങ്കിൽ ഇനിഷ്യൽ പ്രഷർ ഡിവൈഡ് ബൈ ഫൈനൽ പ്രഷർ. സോ ടൈം പീരീഡ് T ഈസ് ഇക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് K? What is the value of K? K is equal to 7.48 into 10 raised to minus 3. 7.48 into 10 to the power minus 3, right? Into log P0. What is the value of P0? What is the value of P0? P0 is equal to initial concentration 0.1, right? 0.1. Initial pressure of 0.1 atm. 0.1 divided by what is the value of PA? PA is equal to what? P0 minus 2x. Therefore, P0 0.1 minus 2 into x. What is the value of x? 0.025, right? That is equal to 0.1 minus 0.05. That is equal to 0.05. Okay. 0.1 minus 0.05. That is equal to what? 0.05. So, 0.1 divided by what? 0.05. സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ ഇത് കട്ടായി പോകും. ദാറ്റ് ഈസ് അവിടെ 2 കിട്ടും. ലോഗ് 2ൻ്റെ വാല്യൂ നോക്കാം. T is equal to 2.303 divided by 7.48 into 10 to the power minus 3 into log 2. What is the value of log 2? 0.3010, right? 0.3010. So 0.693 divided by T is equal to 0.693 divided by 7.48 into 10 to the power 7.48 into 10 raised to 3, right? 3 മേളിലേക്ക് കൊണ്ടുവന്നു, 10 raised to 3. സോ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ സെക്കൻഡിൽ തന്നെയാണ് ടൈം കിട്ടുക. ടൈം സെക്കൻഡിൽ തന്നെയാണ് കിട്ടുക. ദാറ്റ് ഈസ് 92 സെക്കൻഡ്. ആൻസർ ഈസ് 92 സെക്കൻഡ്. ആൻസർ ഈസ് വാട്ട്? 92 സെക്കൻഡ്. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന 92 സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. ആൻസർ ഇസ് 92 സെക്കൻഡ്, റൈറ്റ്? 92 സെക്കൻഡ്. So the correct answer is option 2, 92 second. Correct answer is 92 second, option 2. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 7. നെക്സ്റ്റ് അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 7 കഴിഞ്ഞു. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 8, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ദ ഡികമ്പോസിഷൻ ഓഫ് ആൽഡിഹൈഡ് CH3CHO gives CH4 plus carbon monoxide gas. The following data at 386 Kelvin are given. അപ്പോൾ ആൽഡിഹൈഡിൻ്റെ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ തന്നിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ റേറ്റ് ഓഫ് ഡീകമ്പോസിഷനും തന്നിട്ടുണ്ട്. For the decomposition of aldehyde, rate is equal to K into concentration of CH3CHO the whole raised to X. Rate constant of the reaction at 800 Kelvin is. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. റേറ്റ് കോൺസ്റ്റൻറ്റ്. സോ അവിടെ തന്നിട്ടുണ്ട് അവർ റേറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ്
CH3 CHO aldehyde the whole rise to x എന്ന് അവർ പറയുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഹോൾ റൈസ് ടു എക്സ് എന്നവർ പറയുന്നുണ്ട് റേറ്റ്. നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ്. റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമ്മുടെ കെയുടെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓർഡർ കണ്ടുപിടിക്കണം. ഓർഡർ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഓർഡർ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചുകൊണ്ട് നമുക്ക് ഓർഡർ ഫൈൻഡ് ചെയ്യാം. അപ്പം ഞാൻ എനിവേ നമുക്ക് ഇഷ്ടമുള്ള ഒരു റേറ്റ് ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. റേറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം റേറ്റ് ആർ ഈസ് ഈക്വൽ ടു എന്നാണ്. ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CH3 CHO റൈസ് ടു എക്സ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ റേറ്റ് എന്താണ്? റേറ്റ് തന്നിട്ടുള്ളത് 9 × 10⁻⁻7 ഈസ് ഈക്വൽ ടു വാട്ട്? കെ ഇൻറ്റു വാട്ട് ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ് CH3 CHO 0.1 റൈസ് ടു എക്സ്. കറക്റ്റ് അല്ലേ? അടുത്ത് വന്നിരിക്കുന്ന 36 into 10⁻⁻7 is equal to what? K into concentration of ഇത് 0.2 റൈസ് ടു എക്സ്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്താൽ ഓർഡർ കിട്ടും നമുക്ക്. ദറ്റ് ഈസ് ഇത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ആണ്. 2/, ഞാൻ 1 എടുക്കുന്നു. 2/1 എടുത്താൽ 36/9 10⁻⁻7 ക്യാൻസലായി പോയി. കെ ക്യാൻസലായി പോയി. ബാക്കി എത്രയുണ്ട്? 0.2/0.1 ദ ഹോൾ റൈസ് ടു എക്സ് എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ സോൾവ് ചെയ്യണ സമയത്ത് ഇവിടെ എന്ത് കിട്ടും? 4 ഈസ് ഈക്വൽ ടു 2 റൈസ് ടു എക്സ്. സോ എന്ത് കിട്ടും? 2 സ്ക്വയർ. 4 × 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു വാട്ട്? 2 റൈസ് ടു എക്സ്. ദെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സ് ഈസ് ഈക്വൽ ടു വാട്ട്? 2. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. That means reaction follows what? Second order kinetics. X is equal to what? 2. Okay. Then ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക, ഏതെങ്കിലും ഒരു റേറ്റ് ഇക്വേഷൻ എടുക്കുക, അതിൽ നമുക്ക് ഓർഡറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 തന്നെ നമുക്ക് എടുക്കാം. 1ലേക്ക് കൊടുക്കുമ്പോൾ 9 × 10⁻⁻7 is equal to 9 × 10⁻⁻7 is equal to K into 0.1 raise to 2, 0.1 square. So from this we can easily find the value of K. K is equal to what? K is equal to 9 × 10⁻⁻7 divided by 1 × 10⁻⁻2 what? -2, right? -2. So the answer is കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് കിട്ടുന്ന ആൻസർ 9 × 10⁻⁻5. So the answer is 9 × 10⁻⁻5. -2 ഇവിടെ -2 ക്യാൻസൽ ആയി പോയി. 9 × 10⁻⁻5. So the answer is, അപ്പോൾ ഇവിടെ രണ്ട് ആൻസർ ഉണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് നമ്മൾ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് കൂടുതലാണ്. 9 × 10⁻⁻5 ഈ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 9 × 10⁻⁻5 ലിറ്റർ മോൾ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1 മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ്. അപ്പോൾ ഇത് 0 ഓർഡർ ആണ്, ഇതാണ് സെക്കൻഡ് ഓർഡറിൻ്റെ യൂണിറ്റ് അല്ലേ. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് നോക്കിയിട്ട് വേണം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മിസ്റ്റേക്ക് വരാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഈ കാണിച്ചിരിക്കുന്നത് ഒരെണ്ണം എന്താണ്? സീറോ ഓർഡർ കൈനറ്റിക്സിൻ്റെ റേറ്റ് ഇക്വേഷൻ എന്താണ്? സീറോ ഓർഡർ കൈനറ്റിക്സിൻ്റെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റും ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ ഇത് തന്നെ കറക്റ്റായിട്ട് ചെയ്യുക. ദറ്റ് ഈസ് ലിറ്റർ മോൾ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് കറക്റ്റായിട്ട് നോക്കി വേണം ആൻസറിലേക്ക് വരാൻ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വാല്യൂ സെയിം ആയിരിക്കും, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് മാറിപ്പോവും. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. ഓക്കെ. യെസ്. 9 × 10⁻⁻5 ലിറ്റർ മോൾ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. അപ്പോൾ ഇത് സെക്കൻഡ് ഓർഡർ ആണ്, സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 9. When initial concentration of reaction was double, its half-life becomes half. What should be the order of reaction? What should be the order of reaction? റിയാക്ഷൻ്റെ ഓർഡർ എന്തായിരിക്കും? നമ്മൾ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെ, പല പല മെത്തേഡുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അല്ലെ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ പഠിച്ചു. ഇനിഷ്യൽ റേറ്റ് മെത്തേഡ് അല്ലേ, ഇനിഷ്യൽ റേറ്റ് മെത്തേഡ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അത് ഹാഫ് ലൈഫ് മെത്തേഡ് പഠിച്ചിട്ടുണ്ടാവും.
ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ മെത്തേഡ്, ഇതൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ഇതിൽ വെൻ ഇനിഷ്യൽ concentration of reaction was double, its half-life becomes half. What should be the order of reaction? അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളാണ്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് റിയാക്ഷൻ? നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ടി ഹാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് ഹാഫ് ലൈഫ് കമ്പയർ ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് വരാൻ പറ്റും. ടി ഹാഫ് 1 by ടി ഹാഫ് 2 ഈസ് ഈക്വൽ ടു വാട്ട്? A2 by A1 the whole raised to n minus 1. കറക്റ്റ് അല്ലേ? അപ്പോൾ ടി ഹാഫ് 1ഉം ടി ഹാഫ് 2ഉം രണ്ട് ഹാഫ് ലൈഫാണ്. കറസ്പോണ്ടിങ് ഇനിഷ്യൽ കോൺസെൻട്രേഷനാണ് A2ഉം A1ഉം കറസ്പോണ്ടിങ് ഇനിഷ്യൽ കോൺസെൻട്രേഷനാണ്. A2 ആൻഡ് A1 ആർ കറസ്പോണ്ടിങ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. കറക്റ്റ് അല്ലേ? ടി ഹാഫ് 1 by ടി ഹാഫ് 2, ടി ഹാഫ് 1ഉം ടി ഹാഫ് 2ഉം രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് ഹാഫ് ലൈഫാണ്. കറസ്പോണ്ടിങ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ A1 ആൻഡ് A2 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവർ പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ വാസ് ഡബിൾ, ഇറ്റ്സ് ഹാഫ് ലൈഫ് ബിക്കംസ് ഹാഫ് എന്ന് വെച്ചാൽ ഇത് ടി ഹാഫ് തന്നെയാണ്. ടി ഹാഫ് 1 ആണ്. ഇത് എന്തായിട്ട് മാറി? ടി ഹാഫ് 1 by 2 ആയിട്ട് മാറി. ശരിയല്ലേ? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ വാസ് ഡബിൾ, ദാറ്റ് ഈസ് എന്തായിട്ട് മാറി? A1 എന്ന് പറയുന്നത് 2A1 ആയിട്ട് മാറി. അപ്പോൾ 2A1 ഡിവൈഡഡ് ബൈ 2A1 by A1 റൈസ് ടു n minus 1 എന്ന് പറയാം. കറക്റ്റ് അല്ലേ? സോ നമ്മൾ എഴുതുമ്പോൾ ടി ഹാഫ് ക്യാൻസലായി പോയി. ബാക്കി എന്തുണ്ട്? 2 is equal to 2 is A1 ക്യാൻസലായി പോയി. 2 is equal to what? 2 റൈസ് ടു n minus 1. കറക്റ്റ് അല്ലേ? സോ n minus 1 is equal to 1, n is equal to what? എത്രയെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. എളുപ്പമുള്ളൊരു മെത്തേഡാണ്, സിമ്പിൾ മെത്തേഡാണ്. ഓക്കെ. When initial concentration of the reaction was double, its half life becomes half. What should be the order of reaction? Order is equal to what? 2. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് വരാം. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഒന്ന് ശ്രദ്ധിച്ചത് ഓർത്ത് വയ്ക്കുക ചെയ്യുക. In an attempt to compare the half-lives of two radioactive elements A and B, scientists set aside 400 grams of each. After 3 months, scientists found 25 grams of A and 200 grams of B. Which of the following statement is true എന്നാണ് ക്വസ്റ്റ്യൻ. Half life of B is twice that of A. Half life of B is 4 times that of A. Next is half life of A is 4 times that of B. Half life of A is 2 times that of B എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Listen, ഇവിടെ പറയുന്ന an attempt to compare the half life of two radioactive elements A and B, scientists set aside 400 grams of each. That is, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 400 grams of A നമ്മുടെ കയ്യിലുണ്ട്. Similarly 400 grams of B നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ്, റേഡിയോ ആക്റ്റീവ് ഡീക്കേ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ നമ്മൾ ജനറലി പറയുന്ന ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. റേഡിയോ ആക്റ്റീവ് ഡീക്കേ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ശരിയല്ലേ? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. അപ്പോൾ ആ ഒരു ഐഡിയ നമ്മൾ ഓർത്ത് വെച്ചോളണം. റേഡിയോ ആക്റ്റീവ് അല്ലേ, ഓർഡർ ഓഫ് റേഡിയോ ആക്റ്റീവ് decay എന്ന് പറയുന്നത്, decay എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ ആണ്. ഫസ്റ്റ് ഓർഡർ ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. യെസ്. അപ്പോൾ 400 grams ഓഫ് എ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്താ അവർ പറയുന്നത്? ആഫ്റ്റർ 3 months 3 മാസത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ സയൻറ്റിസ്റ്റ് ഫൗണ്ട് 25 grams ഓഫ് എ എന്ന് വെച്ചാൽ 400 grams ഓഫ് എ ഫസ്റ്റ് ടി ഹാഫ് കഴിയുമ്പോൾ അതിൻ്റെ പകുതിയായിട്ട് മാറും. ദാറ്റ് ഈസ് എന്തായിട്ട് മാറും? 200 grams എ ആയിട്ട് മാറും. ശരിയല്ലേ? അതിനുശേഷം എത്രയായിട്ട് മാറും? വീണ്ടും നെക്സ്റ്റ് അടുത്ത ഹാഫ് ലൈഫിന് ശേഷം എന്തായിട്ട്, കാരണം ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇത് 100 grams ഓഫ് ആരായിട്ട് മാറും? എ ആയിട്ട് മാറും.
വീണ്ടും അടുത്ത ടി ഹാഫിന് ശേഷം എന്തായിട്ട് മാറുന്നു? 50 grams ഓഫ് ആരായിട്ട് മാറും? എ ആയിട്ട് മാറും. നെക്സ്റ്റ് ടി ഹാഫിന് ശേഷം എന്തായിട്ട് മാറും? 25 grams ഓഫ് എ ആയിട്ട് മാറും. അപ്പോൾ ടോട്ടൽ നമ്പർ ഇവിടെയുള്ള ഹാഫ് ലൈഫ് എന്ന് വെച്ചാൽ 4 ടി ഹാഫാണ് എടുത്തിരിക്കുന്നത്. 4 ടി ഹാഫ്. ശരിയല്ലേ? യെസ്. 4 നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് എന്ന് പറയുന്ന 4 ടി ഹാഫ് ആണ്. 400 grams ഓഫ് ബി ഉണ്ട്. അത് ഏകദേശം ഒരു 3 മാസം എടുത്തതുകൊണ്ട് ദാറ്റ് ഈസ് അതിൻ്റെ ഫസ്റ്റ് ടി ഹാഫ് കഴിഞ്ഞ സമയത്ത് അവൻ ആരായിട്ട് മാറി? 200 grams ഓഫ് ബി ആയിട്ട് മാറി. 200 grams ഓഫ് ബി ആയിട്ട് മാറി. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേക ഇവിടെ 4 നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് 4 ഇവിടെ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് 1 ആണ്. ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് 400 grams ഓഫ് ബി 3 മാസം എടുത്ത് എന്തായിട്ട് മാറി? അതിൻ്റെ നേരെ പകുതിയായിട്ട് മാറി. ശരിയല്ലേ? അപ്പോൾ ഇതാണെങ്കിലോ 3 മാസം കൊണ്ട് എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞു? 4 ടി ഹാഫ് കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ഹാഫ് ലൈഫ് ഓഫ് ബി ഈസ് എത്രയാണ്? 4 times ദാറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും അല്ലേ? ഹാഫ് ലൈഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ഇത് ടി ഹാഫ് ആണെങ്കിൽ ഇതിവിടെ 4 ടി ഹാഫ് അല്ലേ ഉണ്ടാവുക? ഈ ഒരു ടൈം കൊണ്ട് 4 ടി ഹാഫ് ആണ് ഉണ്ടായത്. സോ ഹാഫ് ലൈഫ് ഓഫ് ബി ഈസ് വാട്ട്? 4 times ദാറ്റ് ഓഫ് എ. ഹാഫ് ലൈഫ് ഓഫ് ബി ഈസ് വാട്ട്? 4 times ദാറ്റ് ഓഫ് ആരാണ്? എ എന്ന് പറയാൻ പറ്റും. ഇവിടെ 4 ടി ഹാഫ് വന്നപ്പോൾ ഇവിടെ ഒരു ടി ഹാഫ് മാത്രമേ വന്നിട്ടുള്ളൂ. സോ ഹാഫ് ലൈഫ് ഓഫ് ബി ഈസ് 4 times ദാറ്റ് ഓഫ് എ. ഹാഫ് ലൈഫ് ഓഫ് ബി ഈസ് 4 times ദാറ്റ് ഓഫ് എ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 കൊടുക്കാം. ഹാഫ് ലൈഫ് ഓഫ് ബി ഈസ് 4 times that of A. Next is another question. In the following reaction, A giving B plus the rate constant K is equal to 0.002 m s raised to -1. If we start with 1 mole A, then the concentration of B after 5 minutes would be. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. In the following reaction, A giving B plus C, the rate constant K is equal to 0.002 m means mole per liter അല്ലേ? second raised to -1. മോളാർ ആണ്. m s raised to -1. If we start with 1 mole of A, then the concentration of B after 5 minutes would be. അതാണ് ക്വസ്റ്റ്യൻ. ലിസൺ. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടല്ലേ? റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്താണ് മനസ്സിലാവുന്നത്? ദാറ്റ് ഈസ് K is equal to 0.002 mole liter raised to -1 second raised to -1. That means it is a zero order kinetics. Mole liter raised to -1 second raised to -1 ആണ്. സോ ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഗിവൻ റിയാക്ഷൻ ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ. ഇതിൻ്റെ പേര് എന്താ പറയുന്നത്? ഇഫ് യു സ്റ്റാർട്ട് വിത്ത് 1 mole of A, then the concentration of B after 5 minutes would be എന്നാണ് ചോദ്യം. then the concentration of B after 5 minutes would be എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം K is equal to R0 minus concentration of R by T എന്നുള്ളതാണ്. സോ നമുക്കറിയാം KT is equal to R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഫൈനൽ കോൺസെൻട്രേഷൻ നമ്മുടെ റിയാക്ഷൻ ഇതാണ്. A giving B plus C എന്നുള്ളതാണ് നമ്മുടെ റിയാക്ഷൻ അല്ലേ? സ്റ്റാർട്ട് വിത്ത് ഇപ്പോൾ ഇനിഷ്യലി 1 mole A ഉണ്ടായിരുന്നു, 0 ആയിരുന്നു, ഇത് 0 ആയിരുന്നു. ഇനിഷ്യൽ 1 mole A ഉണ്ടായിരുന്നു. ഫൈനൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഫൈനൽ 1 മൈനസ് എക്സ് ആണ്. ഇതെന്ന് പറയുന്നത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. കറക്റ്റ് അല്ലേ? സോ കെയുടെ വാല്യൂ റേറ്റ് കോൺസ്റ്റന്റ് K is equal to what?
2 into 10 raised to 2 into 10 raised to minus 3 ആണ് അല്ലേ, ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ടൈം ഈസ് ഈക്വൽ ടു 5 മിനിറ്റ്സ് ആണ്. 5 into 60 സെക്കൻഡിലോട്ട് മാറ്റണം. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും R0 എന്ന് വെച്ചാൽ 1 ആണ് മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R. സോ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 into 10 to the power minus 3 into എത്രയാണ് 300. കറക്റ്റ് അല്ലേ? യെസ്. സോ നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്ന സമയത്ത് 6 അല്ലേ, ആറിൻ്റെ വാല്യൂ 0.04 എന്ന് വരും. കറക്റ്റ് അല്ലേ? ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 0.04 എന്നാണ് വരിക. കാരണം ഇത് 0.06 അല്ലേ, 1 മൈനസ് 0.6 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 0.6 1 മൈനസ് R ഈസ് ഇക്വൽ ടു എത്രയാണ് 1 മൈനസ് 0.6 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു 0.4 എന്ന് കിട്ടും. സോ നമുക്ക് വേണ്ടത് എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ബി ആണ്. എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത് അല്ലേ, എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ഇവിടെ പറയാൻ പറ്റും 1 മൈനസ് എക്സ് ഈസ് ഇക്വൽ ടു വാട്ട് 1 മൈനസ് എക്സ്. ആർ എന്ന് വെച്ചാൽ എയുടെ ഫൈനൽ കോൺസെൻട്രേഷൻ ആണ് 1 മൈനസ് എക്സ്. 1 മൈനസ് എക്സ് ഈസ് ഇക്വൽ ടു വാട്ട് 0.4. സോ എക്സ് ഈസ് ഇക്വൽ ടു വാട്ട് 0.6. സോ ആൻസർ 0.6 ആണ് കേട്ടോ, 0.6 മോളാർ. 4 ഈസ് ഇക്വൽ ടു അല്ലേ, ഓപ്ഷൻ 4 ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു വാട്ട് 0.6 എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ആണ്. എക്സ് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ആണ്. സോ കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് ഇക്വൽ ടു വാട്ട് എക്സ്, ദാറ്റ് ഈസ് ഇക്വൽ ടു വാട്ട് that is equal to 0.6 molar. That is equal to 0.6 molar, right? Yes. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 11. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ സോൾവ് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നന്നായിട്ട് എല്ലാം നന്നായിട്ട് അറിയാമെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് പോരുത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ വരെ നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക. കൂടുതൽ കുട്ടികൾക്ക് മിസ്റ്റേക്ക് വരുന്ന സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ മിസ്റ്റേക്ക് കുട്ടികൾ വരുത്തുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചത് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 12. ഫോർ ദ കോംപ്ലക്സ് Ag പ്ലസ് 2NH3 gives AgNH3 twice plus. ഒരു കോംപ്ലക്സിൻ്റെ ഫോർമേഷൻ ഇവിടെ നടന്നു. R is equal to 2 into 10 raised to 7 liter square mole raised to minus 2 second raised to minus 1 into a concentration of Ag plus into concentration of NH3 square minus 1 into 10 raised to minus 2 second raised to minus 1 Ag NH3 twice plus. Hence the ratio of rate constant of forward and backward reaction is. അതായത് ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ റേറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. റേറ്റ് ഓഫ് റിവേഴ്സിബിൾ റിയാക്ഷൻ, അതായത് ലിസൺ, എ റിവേഴ്സിബിളി ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ ഇത് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ദിസ് ഇസ് വാട്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് നമുക്കറിയാം. That is the rate of reversible reaction is equal to rate of reversible reaction. Rate of reversible reaction നമ്മൾ പറയുമ്പോൾ R reversible is equal to rate of forward minus rate of backward reaction. Rate of forward minus rate of backward reaction. അപ്പോൾ നമുക്കറിയാം RF is equal to what? RF is equal to KF, rate constant of forward into A raised to നമുക്കറിയാം into concentration of A അല്ലേ. A raised to X ആണെങ്കിൽ A raised to X അല്ലേ, കറക്റ്റ് അല്ലേ. ഇനി അതുപോലെ തന്നെ RB, rate of backward reaction is equal to KF into concentration of എന്ത് കൊടുക്കാം B. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെങ്കിൽ ഞാനിവിടെ അല്ലേ A raised to 1 എന്നും B raised to 1 എന്നും വെറുതെ എങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ദിസ് ഇസ് റേറ്റ് ഓഫ് ഫോർവേഡ്, ദിസ് ഇസ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ്. സോ അങ്ങനെയാണെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ആർ റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു കെ റേറ്റ് ഓഫ് ഫോർവേഡ് മൈനസ് ബാക്ക്വേർഡ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെ എഫ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് കെ ബി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി അല്ലേ.
സോ ഇങ്ങനെയാണ് റേറ്റ് ഓഫ് റിവേഴ്സിബിൾ റിയാക്ഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഐഡിയ മാത്രം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. അപ്പോൾ അവരിവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. AG പ്ലസ് 2 NH3 വേണ്ടി ചേരുമ്പോൾ AgNH3 ടോയ്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സിൻ്റെ ഫോർമേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ്റെ കേസിൽ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഓഫ് റിവേഴ്സിബിൾ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു വാട്ട്? എന്താണ്? KF ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? AG പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ട്? NH3 സ്ക്വയർ എന്നവർ പറയുന്നുണ്ട്. ഓവറോൾ ഓർഡർ 3 ആണെന്നൊക്കെ പറയുന്നുണ്ട്. മൈനസ് പിന്നെ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് RF ഈസ് ഈക്വൽ ടു വാട്ട്? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എഴുതുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് AgNH3 ടോയ്സ് പ്ലസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് അതിൽ മാത്രമേ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൂ. ഈ കൊടുത്തിരിക്കുന്നത് എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അതായത് ഇത് KF ആണ് 2 × 10⁻7 എന്ന് പറയുന്നത്. KB RF അല്ല KF KBയുടെ വാല്യൂ എന്ന് പറയുന്നത് KB is equal to what? KB is equal to 1 × 10⁻². അപ്പം നമുക്ക് വേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താ മക്കളെ? റേഷ്യോ ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ KF ബൈ KBയുടെ വാല്യൂ ആണ് വേണ്ടത്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് KF? KF എന്ന് വെച്ചാൽ 2 × 10⁻7 ഡിവൈഡഡ് ബൈ 1 × 10⁻². ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. സോ ആൻസർ എന്ന് പറയുന്നത് 2 × 10⁻9. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 2 × 10⁻9 എന്ന് കിട്ടും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 2 എന്ന് കിട്ടും. ഓപ്ഷൻ 2. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ റേറ്റിനെ പറ്റി ഒരു ഐഡിയ നമ്മൾക്ക് ഉണ്ടാവണം കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ JEE മെയിൻസിന് ചോദിച്ചിട്ടുള്ളതാണ്. റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ കേസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. റേറ്റ് ഓഫ് റിവേഴ്സിബിൾ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു KF ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A മൈനസ് KB ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. ഞാനത് വെറുതെ ഒരു ഇക്വേഷൻ വെറുതെ എഴുതി ചെയ്തിരിക്കുന്നതാണ്. ഓർത്ത് വയ്ക്കുക. കുഴപ്പമില്ലല്ലോ? യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അത് കൊളിഷൻ തിയറിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം കൊളിഷൻ തിയറി പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്തിരിക്കണം. കൊളൈഡ് ചെയ്താൽ മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ? പ്രൊഡക്റ്റ് ഫോം ചെയ്യത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുപോലെ തന്നെ നമ്പർ ഓഫ് കൊളിഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ റിയാക്ഷൻ മിക്സ്ചർ ഈസ് കോൾഡ് വാട്ട്? കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ പറഞ്ഞ ടേംസ് എല്ലാം തന്നെ, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിലും തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് ഫോർ കൊളിഷൻ തിയറി? റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് കൊളിഷൻസ് പെർ യൂണിറ്റ് വോളിയം അല്ലേ? പെർ യൂണിറ്റ് ടൈം. റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൊളിഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് കൊളിഷൻസ് കൂടുന്നതിനനുസരിച്ച് റിയാക്ഷൻ റേറ്റും കൂടാൻ സാധ്യതയുണ്ട്. For effective collision, the colliding molecule must have energy equal to or greater than the threshold energy. For effective collision, colliding molecule must have energy equal to or greater than threshold energy അല്ലെങ്കിൽ activation energy. അതും കറക്റ്റ് തന്നെയാണ്. For effective collision, the colliding molecule should have proper orientation. അത് ആ ഒരു പോയിന്റ് നമ്മുടെ കൊളിഷൻ തിയറിയിൽ പറയുന്നതാണ്. വെറുതെ വന്ന് കൊളൈഡ് ചെയ്തിട്ട് കാര്യമില്ല. ഓറിയൻറ്റേഷൻ കറക്റ്റ് ആയിരിക്കണം. പ്രോപ്പർ ഓറിയൻറ്റേഷനോട് കൂടി വേണം എന്താണ് കൊളീഷൻ നടക്കാൻ. ഇംപ്രോപ്പർ ഓറിയൻറ്റേഷൻ ആണെങ്കിൽ വന്ന് ഇടിക്കുന്നു, അതിനുശേഷം അതെന്ത് ചെയ്യുന്നു? തിരിച്ച് റിയാക്റ്റൻ സൈഡിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നാണ് കൊളീഷൻ തിയറിയിൽ പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഫോർ എഫക്റ്റീവ് കൊളീഷൻ കൊളൈഡിംഗ് മോളിക്യൂൾ ഷുഡ് ബി ഇൻ പ്രോപ്പർ ഓറിയൻറ്റേഷൻ. അത് എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണ്. കൊളൈഡിംഗ് മോളിക്യൂൾസ് ഷുഡ് ബി ഇൻ പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഇസ് കറക്റ്റ് തന്നെയാണ്. ദ കൊളിഷൻ ഫ്രീക്വൻസി ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കൊളിഷൻസ്. അത് ആക്ച്വലി കൊളിഷൻ ഫ്രീക്വൻസി ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സെഡ്. സെഡ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം. സെഡ് എന്ന് വെച്ചാൽ കൊളിഷൻ ഫ്രീക്വൻസി ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കൊളിഷൻസ് പെർ സെക്കൻഡ്. സെഡ് ഈസ് ഈക്വൽ ടു വാട്ട്? Collision frequency is Z is equal to what? Z is equal to number of collisions
number of collisions per second per unit volume of reaction mixture. അതാണ് എന്ത് പറയുന്നത് നമ്മുടെ കൊളിഷൻ ഫ്രീക്വൻസി. ടോട്ടൽ നമ്പർ ഓഫ് കൊളിഷൻസ് അല്ല, ടോട്ടൽ നമ്പർ ഓഫ് കൊളിഷൻസ് പെർ സെക്കൻഡ്, ടോട്ടൽ നമ്പർ ഓഫ് കൊളിഷൻ, ടോട്ടൽ നമ്പർ ഓഫ് കൊളിഷൻ ഫ്രീക്വൻസി ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കൊളിഷൻസ് അല്ല, ടോട്ടൽ നമ്പർ ഓഫ് കൊളിഷൻ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ റിയാക്ഷൻ മിക്സ്ചർ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 കൊടുക്കാം. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് നമുക്ക് വരാം. 14ാമത്തെ ക്വസ്റ്റ്യൻ 14. കെമിക്കൽ റിയാക്ഷൻ വാസ് carried out at 300 Kelvin and 280 Kelvin. The rate constant were found to be K1 and K2 respectively. Then ഏതാണ് കറക്റ്റ്? ഇതേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. A chemical reaction was carried out at 300 Kelvin and 280 Kelvin. Rate constant were found to be K1 and K2 respectively. Then അപ്പോൾ നമുക്കറിയാം എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യുമ്പോഴും റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾമോസ്റ്റ് ഡബിളായി മാറുന്നുണ്ട് അല്ലേ? ഓരോ 10 ഡിഗ്രി സെൽഷ്യസിലുള്ള ചേഞ്ച് വരുന്ന സമയത്തും റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾമോസ്റ്റ് ഡബിളായി മാറുന്നുണ്ട്. ശരിയല്ലേ? സോ ഇവിടെ പറയുന്നത് 300 കെൽവിനും പിന്നെ എത്രയാണ് 280 കെൽവിൻ എന്നാണ് പറയുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് വെയർ ഫൗണ്ട് ടു ബി ഇവിടെ പറയുന്നത് ഒരു 20 ഡിഗ്രി ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ഉണ്ട്, അതായത് 20 ഡിഗ്രിയുടെ ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും അവിടെ റേറ്റ് കോൺസ്റ്റന്റ് ഫൗണ്ട് ടു ബി K1 ആൻഡ് K2. ഹിയർ ഇത് K1 ആണ്, ഇതാരാണ്? K2 ആണ്. K1 പിന്നെ എന്താണ്? K2. റേറ്റ് കോൺസ്റ്റന്റ് ഫൗണ്ട് ടു ബി K1 ആൻഡ് K2 റെസ്പെക്റ്റീവ്ലി. ദെൻ അപ്പോൾ നമുക്കറിയാം 10 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഡിഫറൻസ് വരെ 10 ഡിഗ്രി സെൽഷ്യസ് മാറുകയാണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ബിക്കംസ് എന്തായിട്ട് മാറും? ഡബിളായി മാറും. ഇവിടെ 300 to 280 എന്ന് വെച്ചാൽ 20 ഡിഗ്രിയുടെ ഡിഫറൻസ് വന്നു. ആ സമയത്ത് തീർച്ചയായിട്ടും റേറ്റ് 4 ടൈംസിലേക്ക് അല്ലെ 4 ടൈംസ് ആയിട്ട് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ 280 നിന്ന് 300ലേക്ക് വരുന്ന സമയത്ത് എന്തായിട്ട് മാറുമെന്നാണ് പറയുന്നത്? K1 ബിക്കംസ് 4K2 ആയിട്ട് 4 ടൈംസിലേക്ക് മാറാൻ. കാരണം 20 ഡിഗ്രിയുടെ ഡിഫറൻസ് ഇവിടെ വന്നല്ലോ. ആ സമയത്ത് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്? ഈ K1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? K1 ബിക്കംസ് വാട്ട്? 4K2 ആയിട്ട് മാറാം. യെസ്, K1 ഈസ് ഇക്വൽ ടു വാട്ട്? 4K2 ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം K1 ഈസ് ഇക്വൽ ടു വാട്ട്? 4K2. അപ്പോൾ അതാണ് നമ്മുടെ റിലേഷൻ. കറക്റ്റ് അല്ലേ? പറഞ്ഞു മനസ്സിലായല്ലോ? 280 ബിക്കം 300 കെൽവിനിലേക്ക് വരുന്ന സമയത്ത് എന്തായിട്ട് മാറുമെന്നാണ് പറയുന്നത്? K1 ബിക്കംസ് 4K2. K1 എന്ന് വെച്ചാൽ എന്തായിട്ട് മാറും? അവിടെ 4K2 ആയിട്ട് മാറും. 4K2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ K1 ഈസ് ഇക്വൽ ടു 4K2 ആണെന്ന് കൊടുക്കാം. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? ഇല്ല. സോ K2 ഈസ് ഇക്വൽ ടു വാട്ട്? K2 ഈസ് ഇക്വൽ ടു വാട്ട്? K2 ഈസ് ഇക്വൽ ടു 1/4 K1 എന്ന് കൊടുക്കാം. സോ K2 ഈസ് ഇക്വൽ ടു വാട്ട്? 0.25 K1. സോ ദിസ് ഈസ് ദ ആൻസർ, റൈറ്റ്? K2 ഈസ് ഇക്വൽ ടു 0.25 K1 എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയല്ലോ? യെസ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 3. K2 ഈസ് ഇക്വൽ ടു 0.25 K1. So the answer is 14th question answer option 3 കൊടുക്കാം. കുഴപ്പമില്ലല്ലോ? യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15, 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇതെല്ലാം ഇനി എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറുമായി കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. The large increase in the rate of reaction due to rise in temperature is because of large increase in the rate of reaction due to rise in temperature is because of increase in the collision frequency, lowering of activation energy, increase in the number of effective molecules. Effective molecules എന്ന് ഉദ്ദേശിക്കുന്ന ആക്ടിവേഷൻ എനർജി കിട്ടിയ മോളിക്യൂൾസ് അല്ലെങ്കിൽ ത്രഷോൾഡ് എനർജി അറ്റൈൻ ചെയ്ത മോളിക്യൂൾസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എഫക്റ്റീവ് മോളിക്യൂൾസ്. എഫക്റ്റീവ് കൊളിഷൻ നടന്ന് പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ ചാൻസ് ഉള്ള കഴിവുള്ള മോളിക്യൂൾസ്, അതാണ് എഫക്റ്റീവ് മോളിക്യൂൾസ്. ലാർജ് ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡ്യൂ ടു
rise in temperature is because of നമുക്കറിയാം ചൂട് കൂടുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ഇൻ ദ കൊളിഷൻ ഫ്രീക്വൻസി. തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? കൊളിഷൻ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരും. നമ്പർ ഓഫ് കൊളിഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ റിയാക്ഷൻ മിക്സറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊളിഷൻ ഫ്രീക്വൻസി എന്ന് വിളിക്കുക. സോ ഇൻക്രീസ് ഇൻ ദ കൊളിഷൻ ഫ്രീക്വൻസി കറക്റ്റാണ്. ലോവറിങ് ദ ആക്ടിവേഷൻ എനർജി കുറഞ്ഞാൽ തീർച്ചയായിട്ടും റിയാക്ഷൻ്റെ സ്പീഡ് കൂടും. പക്ഷേ അത് ടെമ്പറേച്ചറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് എഫക്റ്റീവ് മോളിക്യൂൾസ്. ഇൻക്രീസ് ഇൻ ദ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു? നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എഫക്റ്റീവ് കൊളിഷൻ കൂടും. ദാറ്റ് മീൻസ് കൂടുതൽ മോളിക്യൂൾസിന് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? ആക്ടിവേഷൻ എനർജി കിട്ടുമെന്നാണ്. ആക്ടിവേഷൻ എനർജി കുറയല്ല, കൂടുതൽ മോളിക്യൂൾസിന് ആക്ടിവേഷൻ എനർജി കിട്ടും, അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജി അറ്റൈൻ ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് എഫക്റ്റീവ് മോളിക്യൂൾസ്. എഫക്റ്റീവ് മോളിക്യൂൾസിൻ്റെ നമ്പർ കൂടും. കൊളിഷൻ നടന്ന് എഫക്റ്റീവ് കൊളിഷൻ നടന്ന് പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ ചാൻസ് ഉള്ള മോളിക്യൂൾസിൻ്റെ നമ്പർ അവിടെ ഇൻക്രീസ് ചെയ്യും. സോ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് ഓപ്ഷനിൽ 1 and 3 ആർ കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് വാട്ട്? ആൻസർ 4 കൊടുക്കാം. 1 and 3 ആർ കറക്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. Large increase in the rate of reaction due to rise in temperature is because of increase in the collision frequency and increase in the number of effective molecules. Okay. Question number 16. 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 16 ആണ്. 16 എന്താ പറയുന്നത്? Ethylene oxide is decomposed to CH4 and CO. Ethylene oxide is decomposed to CH4 and CO. Rate constant for this reaction may be described by the equation log K is equal to 4 into 4 minus 1000 by T. The frequency factor A and activation energy E respectively. നമുക്കറിയാം അക്കോർഡിംഗ് ടു എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റിയാക്ഷൻ റേറ്റിൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇക്വേഷനാണ് അറീനിയസ് ഇക്വേഷൻ. റൈറ്റ്? അറീനിയസ് ഇക്വേഷൻ. എന്താണ് അറീനിയസ് ഇക്വേഷൻ പറയുന്നത്? K is equal to എന്താണ്? A e റൈസ് ടു മൈനസ് EA ഡിവൈഡഡ് ബൈ RT എന്നാണ് ആര് പറയുന്നത്? K is equal to A e റൈസ് ടു മൈനസ് EA ബൈ RT എന്നാണ് അറീനിയസ് ഇക്വേഷൻ പറയുന്നത്. അതിൽ എക്ക് വിളിക്കുന്ന പേരാണ് അറിയാലോ, പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ അല്ലെങ്കിൽ അറീനിയസ് ഫാക്ടർ എന്ന് വിളിക്കും. എ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് വിളിക്കും. K is equal to A e റൈസ് ടു മൈനസ് EA ബൈ RT. ലോഗ് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ലോഗ് എടുക്കുന്ന സമയത്ത് എന്താണ്? ln K is equal to ln A മൈനസ് അല്ലേ? ലോഗ് എടുക്കുമ്പോൾ ln A മൈനസ് EA ഡിവൈഡഡ് ബൈ വാട്ട്? RT എന്ന് കിട്ടും. സോ നമ്മൾ 2.303 ആഡ് ചെയ്തുകൊണ്ട് കോമൺ ലോകത്തിലേക്ക് കൊണ്ടുവരാം. ലോഗ് K is equal to ലോഗ് A മൈനസ് EA ഡിവൈഡഡ് ബൈ 2.303 RT. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനെ എന്തുമായിട്ട് കണക്ട് ചെയ്യുക? നമ്മുടെ ഗിവൺ ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്യുക. ഒന്ന് കണക്ട് ചെയ്തേ മക്കളെ. ലോഗ് K is equal to നമുക്ക് തന്നിരിക്കുന്നത് ലോഗ് K is equal to 4 മൈനസ് അല്ലേ? 4 മൈനസ് 1000 by T എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1000 by T എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോഗ് K is equal to 4 മൈനസ് 1000 by T എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലോഗ് A is equal to 4 4 എന്ന് എടുക്കാം. ലോഗ് A is equal to 4. ഇനി അങ്ങനെയാണെങ്കിൽ A is equal to അതിൻ്റെ ആൻറ്റി ലോഗ് എടുക്കാം. ദാറ്റ് ഈസ് equal to വാട്ട്? 10 raised to 4 എന്ന് കിട്ടും. സോ A is equal to 10 raised to 4 എന്ന് കിട്ടും. A is equal to 10 raised to 4 എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് വേണ്ടത്, അപ്പോൾ എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. A is equal to what? 10 raised to 4. അപ്പോൾ ആദ്യത്തെ കാര്യം നമുക്കായിട്ടുണ്ട്. A is equal to 10 raised to 4. അടുത്തത് ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇനി വേണ്ടത് ആക്ടിവേഷൻ എനർജിയാണ് വേണ്ടത്. ആക്ടിവേഷൻ എനർജിയുടെ ടൈമിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് EA ഡിവൈഡഡ് ബൈ 2.303 RT ഈസ് ഈക്വൽ ടു അല്ലേ? അത് മൈനസ് അല്ലേ? മൈനസ് EA ഡിവൈഡ് ബൈ 2.303 RT ഈസ് ഈക്വൽ ടു
RT is equal to എത്ര കിട്ടും? is equal to 1000/T. അപ്പോൾ ഞാനിവിടെ മൈനസ് എടുക്കുന്നില്ല. that is equal to what? that is equal to what? 1000/T എന്ന് കിട്ടും. സോ സോൾവ് ചെയ്യുമ്പോൾ T ആൻഡ് T കട്ടായി പോയി. ബാക്കി അവിടെ എന്തുണ്ട് മക്കളെ? ആക്ടിവേഷൻ എനർജി EA is equal to 1000 into 2.303 into what is the value of R? R is equal to 8.314 joule Kelvin raised to അല്ലേ? ജൂളുള്ള വാല്യൂ ആണ്. ജൂൾ കെൽവിൻ റൈസ് ടു -1, മോൾ റൈസ് ടു -1. ഓക്കെ, അപ്പോൾ നമ്മളത് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ EA is equal to 1000 into 2.03 into 8.314 കിട്ടും. അത് ആക്ച്വലി കിട്ടുന്ന ആൻസർ ജൂളിലാണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് കിലോ ജൂളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന EAയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ടോട്ടൽ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന 19147 ആ ഒരു റേഞ്ചിലുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ആൻസർ കിട്ടുന്നത് ജൂളിലാണ് കിട്ടുന്നത്. ജൂളിൽ അല്ലേ? 19147 ജൂളിലാണ്. നമ്മളതിനെ കിലോ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ EA is equal to 19.147 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. അങ്ങനെ കിട്ടും അല്ലേ? 19.14 യെസ്, 19.14 കിലോ ജൂൾ. യെസ്, സോ ദ ആൻസർ ഈസ് വാട്ട്? ഓപ്ഷൻ 3 വരും. കറക്റ്റ് അല്ലേ? ഫ്രീക്വൻസി ഫാക്ടറിൻ്റെ വാല്യൂ 10⁻⁴ സെക്കൻഡ് റൈസ് ടു -1 ആണ്. ആൻഡ് EAയുടെ വാല്യൂ 19.14 എന്ത് കിട്ടും? 19.14 കിലോ ജൂളും കിട്ടും. സോ ദ ആൻസർ ഈസ് വാട്ട്? ആൻസർ ഈസ് ഓപ്ഷൻ 3. ക്ലിയർ ആയല്ലോ? യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഓർത്ത് വയ്ക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17ലേക്ക് വരാം. The rate of reaction doubled for every 10 degree rise in temperature. Increase in the rate of reaction, increase in the reaction rate as a result of temperature rise from 10 degrees Celsius to 100 degrees Celsius is. അപ്പോൾ നമുക്കറിയാം ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോഴും റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾമോസ്റ്റ് ഡബിളായി മാറും. 20 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യുന്ന സമയത്ത് 2⁻² ആയിട്ട് മാറും. ശരിയല്ലേ? 30 ഡിഗ്രി ആണെങ്കിൽ 2⁻³ ആയിട്ട് മാറും. 40 ഡിഗ്രി ആണെങ്കിൽ 2⁻4 ആയിട്ട് മാറും. 50 ഡിഗ്രി ആണെങ്കിൽ 2⁻5 ആയിട്ട് മാറും. ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്? 100 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. 100 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന റൈസ് എന്ന് പറയുന്നത്, ടെമ്പറേച്ചറിലുള്ള റൈസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി അല്ലേ? കറക്റ്റ് അല്ലേ? സോ 10 ഡിഗ്രി റൈസ് ചെയ്യുന്ന സമയത്ത് റേറ്റ് ബിക്കം 2 ആയിട്ട് മാറും. 20 ആണെങ്കിൽ 2⁻2 ആയിട്ട് മാറും. 30 ആണെങ്കിൽ 2⁻3 ആയിട്ട് മാറും. 90 ഡിഗ്രി ആണെങ്കിൽ സോ റേറ്റ് ബിക്കം എന്തായിട്ട് മാറും? റേറ്റ് ബിക്കംസ് 2�9 ആയിട്ട് മാറും. കറക്റ്റ് അല്ലേ? യെസ്, 90 ഡിഗ്രി ആണെങ്കിൽ റേറ്റ് ബിക്കംസ് 2�9 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് 2�9 എന്ന് വെച്ചാൽ എത്ര വരും? യെസ്, വെരി ഗുഡ്. 512. കറക്റ്റ് അല്ലേ? 512 അതാണ് ആൻസർ. യെസ്, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18 ക്വസ്റ്റ്യൻ ആണ്.
For the two gaseous reactions, following data are given. A giving B is equal to K1 into 10 raised to 10 e raised to minus 20,000 by T. വേറൊരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് C giving D K2 is equal to 10 raised to 12 e raised to minus 24606 by T. Okay. Temperature at which K1 becomes equal to K2 is. Listen, the temperature at which K1 becomes equal to K2 is. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് റിയാക്ഷൻ തന്നിട്ടുണ്ട്. രണ്ട് റിയാക്ഷൻ്റെയും K1ൻ്റെയും K2ൻ്റെയും വാല്യൂ ഇവിടെ പറയുന്നുണ്ട്. K1 is equal to 10 raised to 10 e raised to minus 20,000 by T. In second case, K2 is equal to 10 to the power 12 e raised to minus 606 by T, right? By T. Temperature at which K1 becomes equal to K2. K1 becomes equal to K2 വരുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ ആണ്. That is condition K1 is equal to what? K2. അതാണ് condition. 10 raised to 10 is equal to e raised to minus 20,000 by T is equal to 10 raised to 12 e raised to minus 24606 by T. Correct അല്ലേ? So 10 raised to 10 ഞാനിവിടെ ക്യാൻസൽ ചെയ്യാണ്. സോ നമുക്ക് ബാക്കി അവിടെ എന്ത് കിട്ടും? ഇവിടെ ഉള്ളത് e raised to minus 20,000 by T is equal to 10 raised to 2 into e raised to minus 24606 by T എന്ന് കിട്ടും. ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് ലോഗ് എടുക്കാം. ലോഗ് എടുക്കുന്ന സമയത്ത് വളരെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, മിസ്റ്റേക്ക് വരാൻ ചാൻസ് കൂടുതലാണിത്. ലോഗ് എടുക്കുമ്പോൾ മൈനസ് 20,000 ബൈ ടി ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ലോഗ് എടുക്കുന്ന കോമൺ ലോഗരിതത്തിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അത് ഇവിടെയാണ് കുട്ടികൾക്ക് തെറ്റുപറ്റുന്നത്. കോമൺ ലോഗരിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ 2.303 ഇൻറ്റു ലോഗ് ടു ആണ്. കറക്റ്റ് അല്ലേ? ഇവിടെ വരുന്ന സമയത്ത് ലോഗ് എടുക്കുമ്പോൾ മൈനസ് 24606 ബൈ ടി. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ 20,000 ബൈ ടി എന്ന് കിട്ടും. ഇവിടെ ലോഗ് എടുക്കുന്ന സമയത്ത് കോമൺ ലോഗരിതത്തിലേക്ക് എഴുതുമ്പോൾ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു ലോഗ് ടു അല്ലേ? ഇൻറ്റു ലോഗ് ടു അല്ല, ലോഗ് 10 raised to 2. യെസ്, 10 raised to ലോഗ് 2 അല്ല, ലോഗ് 10 raised to 2. ബാക്കി അവിടെ എന്തുകൊണ്ട് മക്കളെ? ഇവിടെ മൈനസ് 24606 ബൈ ടി. യെസ്. ഇനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ റീഅറേഞ്ച് ചെയ്യണ സമയത്ത് 24606 ബൈ ടി മൈനസ് 20,000 ബൈ ടി ഈസ് ഈക്വൽ ടു 2.303 ഇൻറ്റു ലോഗ് 10 raised to 2 log a raised to n n log b അല്ലേ, n log a അല്ലേ, n log a raised to n log a. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ മൈനസ് ചെയ്യുന്ന സമയത്ത് 466 അല്ലേ, 20,000 മൈനസ് ചെയ്യുന്ന സമയത്ത് 4606 ബൈ ടി ഈസ് ഈക്വൽ ടു 2.303 ഇൻറ്റു 2 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? സോ T is equal to temperature T is equal to 4606 divided by ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 4.606. യെസ്, 4.606 അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.606 എന്ന് കിട്ടും. സോ ടെമ്പറേച്ചർ ഇസ് ഇക്വൽ ടു 4606 divided by 4.606, that is equal to what? 1000 Kelvin. 1000 Kelvin എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ കേട്ടോ. യെസ്, ആൻസർ വന്നിരിക്കുന്നത് 1000. ഓപ്ഷൻ 2, ടെമ്പറേച്ചർ അറ്റ് വിച്ച് K1 becomes equal to K2 is. Temperature at which K1 becomes equal to K2 is.
യെസ്, ആൻസർ വന്നിരിക്കുന്നത് 1000 കെൽവിൻ. 1000 കെൽവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 19, 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. The rate constant of reaction at a temperature 200 Kelvin is 2 times less than rate constant at a 400 Kelvin. What is the activation energy? What is the activation energy? Activation energy, EA of the reaction. What is the activation energy? That is EA of the reaction. What is the activation energy? That is EA of the reaction. Rate constant of a reaction at a temperature 200 Kelvin is what? 200 Kelvin is 2 times less than, അല്ലേ? 2 times less than rate constant at what? 400 Kelvin എന്ന് പറയുന്നുണ്ട്. യെസ്. സോ നമ്മൾ ഇത് ഇൻ്റഗ്രേറ്റഡ് അറീനിയസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനായിട്ട് പറയാം. ദാറ്റ് ഈസ് അറീനിയസ് ഇക്വേഷൻ്റെ ഫോം നമുക്ക് അറിയാവുന്നതാണ്. log K2 by K1 is equal to EA divided by 2.303 R into T2 minus T1 divided by T1 into T2. നമുക്കറിയാം, കറക്റ്റ് അല്ലേ? log K2 by K1 is equal to EA divided by 2.303 R into T2 minus T1 divided by T1 into T2. ഓക്കെ, ഒരു പറയുന്നൊരു കാര്യം, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് റിയാക്ഷൻ അറ്റ് എ ടെമ്പറേച്ചർ 200 Kelvin ഈസ് 2 times less than എന്നാണ് റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 400 Kelvin എന്ന് പറയുന്നുണ്ട്. 2 times less than എന്നാണ് അവർ പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം log K2 divided by K1 എന്ന് പറയുന്നത് 200 Kelvin ഈസ് 2 times less than. ദാറ്റ് ഈസ് ഇക്വൽ ടു വാട്ട്? K1 എന്ന് വെച്ചാൽ K2 by 2 എന്ന് എടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ചു, ഇത് rate constant of reaction at temperature 200 Kelvin is 2 times less than the rate constant 400 Kelvin. അപ്പോൾ 400 Kelvin ഉള്ള റേറ്റ് കോൺസ്റ്റൻറ്റിനെ K2 എന്ന് എടുത്തു, 200 Kelvin ഉള്ളത് ഞാൻ K1 എന്ന് എടുത്തു. സോ K1 എന്ന് പറയുന്നത് K1 വെച്ചതാണ് K2 by 2 ആണ്. 2 times less than എന്ന് പറയുന്നുണ്ട്. 2 times less than. That is equal to what? EA divided by, to answer Rൻ്റെ ടൈമിലാണ് 2.303 R into what is the value of T2? T2 400 minus what? 200, right? Divided by 400 into 200. സോ നമ്മളിവിടെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ log 2 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 2.303 R into 400, 200 divided by, അല്ലേ? 400 minus 200, 200 divided by what is 80,000. സോ ഇവിടെയുള്ള 0 കട്ടായി പോയി. ബാക്കി അവിടെ കിട്ടുന്നത് എന്തായിരിക്കും? log 2ൻ്റെ വാല്യൂ എത്രയാണ്? 0.3010, റൈറ്റ്? EA ഡിവൈഡ് ബൈ 2.303 R into എന്ത് കിട്ടും? R into 2 by what? 800, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ 1/400, 1/400. യെസ്, സോൾവ് ചെയ്ത് എടുക്കുന്ന സമയത്ത് 400 ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ EA is equal to 0.3010 into 2.303 ഉണ്ട് കേട്ടോ. 2.303, യെസ്, 2.303 R, right? 0.3010 into 2.303 R into what? 400. അപ്പോൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് EAയുടെ ഫൈനൽ വാല്യൂ 277 R എന്ന് കിട്ടും. യെസ്, പോയിന്റ് EA is equal to what? EA is equal to 277 R എന്ന് കിട്ടും. 277 R എന്നാണ് ഫൈനൽ ആൻസർ കിട്ടുക. യെസ്, 277 R എന്ന് കിട്ടും.
277R. Yes, so the answer is option 1. 277R എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, യെസ്, 277R. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20, 20ാമത്തെ ക്വസ്റ്റ്യൻ. A hydrogenation reaction is carried out at 500 Kelvin. A hydrogenation reaction is carried out at 500 Kelvin. If the same reaction is carried out in the presence of a catalyst at the same rate, the temperature required is 400 Kelvin. The activation energy of reaction, if the catalyst lowers the activation energy barrier by 40 kilojoule എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 40 കിലോജൂൾ പെർ മോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അറീനിയസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത്. K = അവരെന്താ പറഞ്ഞിരിക്കുന്നത്, രണ്ട് റിയാക്ഷൻ പറഞ്ഞിട്ട് അവർ സെയിം റേറ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ, സെയിം ആണ്. അണ്ടർലൈൻ ദാറ്റ് പോയിന്റ്, റേറ്റ് സെയിം ആണ്. ഓക്കെ, സോ K = what? K = AE⁻ -EA divided by K is E⁻ RT എന്ന് കൊടുക്കാം. കറക്റ്റ് അല്ലേ? എന്നിട്ട് ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്, ഇവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് റിയാക്ഷൻ നടക്കുന്നത് ഒരേ റേറ്റിലാണെന്ന് പറയുന്നുണ്ട് അല്ലേ. സോ സെയിം റിയാക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് അറ്റ് ദ സെയിം റേറ്റ്. ടെമ്പറേച്ചർ റിക്വയർഡ് ഈസ് 400 Kelvin. ആക്ടിവേഷൻ എനർജി ഓഫ് റിയാക്ഷൻ ഇഫ് ദ കാറ്റലിസ്റ്റ് ലോവേഴ്സ് ആക്ടിവേഷൻ എനർജി ബാരിയർ ബൈ 40. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ K1 = AE⁻ അല്ലേ ബൈ RT. ഇത് വിത്തൗട്ട് കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കാറ്റലിസ്റ്റ് ഇപ്പോൾ ടെമ്പറേച്ചർ T1 ടെമ്പറേച്ചർ ഞാൻ T1 എന്ന് കൊടുത്തു കേട്ടോ, T1 എന്ന് കൊടുത്തു. ഇനി അങ്ങനെയാണെങ്കിൽ K2 = AE⁻ കാറ്റലിസ്റ്റ് എത്ര ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നുണ്ട്, EA -40. കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് T2 അല്ലേ, ടെമ്പറേച്ചർ T2 എന്ന് കൊടുക്കാം, RT2. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇത് വിത്ത് കാറ്റലിസ്റ്റ് ആണ്. ദിസ് ഈസ് വിത്ത് കാറ്റലിസ്റ്റ്. ഇവിടെ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്ത് നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നില്ല. carried out in the presence of catalyst at the same rate, the temperature required is equal to 400 Kelvin. Activation energy of reaction if the catalyst lowers the activation energy barrier by 40 kilojoule എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഒരു സെയിം റേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങനെ ചെയ്യാം, എന്താണ്, AE⁻ divided by RT1 is equal to AE⁻ by RT2 എന്ന് പറയാം. കറക്റ്റ് അല്ലേ? സോ RT2 നമുക്ക് ഇവിടുത്തെ വേണ്ടത് ആക്ടിവേഷൻ എനർജിയാണ് അല്ലേ. ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആ ടേം മാത്രമായിട്ട് എടുക്കാം, ഈ പവർ മാത്രമായിട്ട് എടുക്കാം. EA divided by RT1 is equal to EA-40 by RT2 എന്ന് എടുക്കാം. സോ R കട്ടായിപ്പോയി. ബാക്കി അവിടെ എന്തുണ്ട്, EA divided by T1. T1ൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ? T1ൻ്റെ വാല്യൂ T1 400 500. EA by 500 is equal to EA-40 by എത്രയാണ്? 400 കൊടുക്കാം. 400 കറക്റ്റ് അല്ലേ? സോ 400 EA is equal to 500 EA മൈനസ് 500 × 40 എന്ന് വെച്ചാൽ എത്രയായിരിക്കും? യെസ്, കറക്റ്റ് അല്ലേ? സോ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് 500 EA ഉണ്ട്, ഇവിടെ 400 ഉണ്ട്. റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് 100 EA is equal to what? 20,000. So EA is equal to what? 200 എന്ന് കിട്ടും. EA is equal to what? 200. 200 is the correct answer, right? 200 is the correct answer. Yes,
activation energy of reactant. Catalyst lowers the activation energy barrier by 40. So the answer is what? So the answer is what? Answer is what? 200. Answer is what? 200. Yes. Okay. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 20. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് പോകാം. 21. In a hypothetical reaction X giving Y, the activation energy for the forward and backward reaction are 13 and 8 kilojoule per mole respectively. Potential energy of X is 10 kilojoule per mole. Then കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഡയഗ്രാം ഒന്ന് ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. യെസ്, പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. Potential energy versus progress of reaction. The reaction is what? X giving Y. Activation energy of forward and backward reactions are 13 and 18. അപ്പോൾ activation energy of forward and backward reaction പറയുന്നുണ്ട്. ഫോർവേഡ് റിയാക്ഷൻ വലുതാണ്, അതുപോലെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ ചെറുതാണ്. അപ്പോൾ സോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ഫോർവേഡ് റിയാക്ഷൻ അവിടെ കൂടുതലാണ്. ഫോർവേഡ് റിയാക്ഷൻ കൂടുതലാണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ അവിടെ കുറവാണ്. സോ ഹിയർ ഇവിടെ നമുക്ക് നോക്കൂ മക്കളെ. ഇവിടെ നോക്കുമ്പോൾ ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ്. This is what EA forward and this is what EA backward, right? This is EA backward and this is EA forward. What is the value of EA forward? 13 kilojoule per mole. 13 kilojoule per mole. And EA backward is equal to what? 8 kilojoule. EA backward is equal to what? 8 kilojoule per mole. Okay. Then ഈ കാണിച്ചിരിക്കുന്നത് EA forward minus EA backward, right? This is EA forward minus EA backward is called heat of reaction or delta H. So what is the value of delta H? Delta H is equal to EA forward 13 minus 8, that is equal to what? 5 kilojoule per mole. Enthalpy of reaction, enthalpy is equal to delta enthalpy, that is delta H, enthalpy change, delta H is equal to 5 kilojoule per mole എന്ന് കിട്ടി. Okay. Then potential energy of X is 10 kilojoule. This is potential energy of X. This is reactant potential energy of X is equal to what? 10 kilojoule per mole, right? 10 kilojoule per mole. So ഇവിടെ ഓരോന്നായിട്ട് നോക്കിക്കോളൂ, ഓരോ സെക്ഷൻ ആയിട്ട് നോക്കിക്കോളൂ. ത്രെഷോൾഡ് എനർജി ഓഫ് റിയാക്ഷൻ ഈസ് 23. എന്താ ത്രെഷോൾഡ് എനർജി എന്ന് വെച്ചാൽ റിയാക്ഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജി. സോ ദിസ് ഈസ് ഈ എനർജിയാണ് ത്രെഷോൾഡ് എനർജി. ഇത് 13 ആണ്. ഈ എനർജിയാണ് ആക്ടിവേഷൻ എനർജി ഫോർവേഡ് റിയാക്ഷൻ. ഇത് 13 ആണ്, ഇത് 10 ആണ്. സോ ETH is equal to what? EA forward plus energy of reactant, that is 13 plus 10, that is equal to 23 kilojoule per mole is the correct. Potential energy of Y is equal to Yയുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 15 ആണോ നോക്കുക. Y എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. ഇതാണ് Y, ഇവിടെയാണ് Y. Yയുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇതാണ്. This is a potential energy of Y. Okay. So ഇത്രയും എനർജി എത്രയാണ് മക്കളെ? ഇത് 10 ആണ്. ഇത് എത്രയാണ് മക്കളെ?
ഇത് എത്രയാണ് ഡെൽറ്റ എച്ച്. വാട്ട് ഇസ് ഡെൽറ്റ എച്ച്? EA forward minus EA backward. EA forward minus back is equal to 5. This is 5, right? This is what? ഇതിന്റെ വാല്യൂ ആണ് 5 എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ 10, കറക്റ്റ് അല്ലേ? അപ്പോൾ സോ 10 plus 5 പൊട്ടൻഷ്യൽ എനർജി ഓഫ് Y is equal to what? 10 plus 5. This is what? ഇതാണ് ഈ ഇത്ര എനർജിയാണ് 10 എന്ന് പറയുന്നത്, ഇത്ര എനർജിയാണ് 5. സോ 10 plus 5 that is equal to what? 15 kilojoule per mole is a correct answer. Heat of reaction or delta H is equal to what? 5 kilojoule. So correct option that means first choice correct തന്നെയാണ്. Potential energy Y is 15 തന്നെയാണ്. Heat of reaction is 5 kilojoule per mole ആണ്. So all are correct. All are correct. All are correct. Clear ആയല്ലോ? Yes. All are correct. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാൻ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22 എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ റിയാക്ഷൻ A plus B giving C is exothermic to the extent of 40 kilojoule per mole and the forward reaction has the activation energy 60 kilojoule per mole and the activation energy for the reverse reaction is. So നമുക്കറിയാം delta H is equal to what? Delta H is equal to what? Delta H is equal to EA forward minus EA backward, right? EA forward minus EA backward. And the reaction is exothermic to the extent of 40 kilojoule per mole. Forward reaction has activation energy. EA forward is equal to what? EA forward is equal to what? 16 തന്നിട്ടുണ്ട്, 60 kilojoule per mole. For that of reverse reaction ആണ് ചോദിച്ചിരിക്കുന്നത്, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 40 അല്ലേ? 40 ആണോ? അല്ല, ശ്രദ്ധിച്ചോളണം, -40 ആണ്. കാരണം പ്രോസസ്സ് എക്സോതെർമിക് ആണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സൈൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് 40 എന്ന് എഴുതും, അങ്ങനെ ചെയ്യരുത്. എക്സോതെർമിക് ആണ്. അപ്പോൾ സോ -40 ഈസ് ഈക്വൽ ടു EA forward എത്രയാണ് മക്കളെ? EA forward that is equal to what? 60 minus EA backward. So EA backward is equal to what? EA backward is equal to എന്ത് കിട്ടും? 60 plus 40 that is equal to what? 100 kilojoule per mole. So the answer is what? Option 4. 100 kilojoule per mole എന്ന് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്ന 100 kilojoule per mole എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് ഡയഗ്രാം ഫോർ എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എക്സോതെർമിക് that proceeds through 2 steps with the second step is the rate determining step. അതൊക്കെ നമുക്ക് അറിയാം എന്നുള്ള കാര്യമാണ്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സെലക്ട് ദ കറക്റ്റ് ഡയഗ്രാം അല്ലേ ഫോർ എക്സോതെർമിക് റിയാക്ഷൻ. പ്രോസസ്സ് എക്സോതെർമിക് ആണ്. അപ്പോൾ എക്സോതെർമിക് ആണെങ്കിൽ ഗ്രാഫ് വരുന്നത് ഇതാ ഇങ്ങനെ വരത്തുള്ളൂ. ഗ്രാഫ് ഇതാ ഇങ്ങനെ വരികയുള്ളൂ അല്ലേ? ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സോതെർമിക്കിൻ്റെ ഗ്രാഫ് താഴേക്ക് പോകും അല്ലേ? എപ്പോഴും റിയാക്റ്റൻസിനേക്കാൾ എനർജി കുറവായിരിക്കും പ്രൊഡക്റ്റിന്. അതാണ് എക്സോതെർമിക്കിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ, പ്രൊസീഡ്സ് ത്രൂ 2 സ്റ്റെപ്സ്, 2 സ്റ്റെപ്പിലൂടെ നടക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ദ പ്രോസസ്സീസ് എന്താണ്? ഇതൊരു കോംപ്ലക്സ് റിയാക്ഷനാണ്. കോംപ്ലക്സ് റിയാക്ഷൻ 2 സ്റ്റെപ്പിലൂടെയാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് ഒരു കോംപ്ലക്സ് റിയാക്ഷനാണ്, എലമെൻ്ററി റിയാക്ഷൻ അല്ല, ഇതൊരു കോംപ്ലക്സ് റിയാക്ഷനാണ്. ഓക്കെ, ആൻഡ് വിത്ത് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് എ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. എന്ന് വെച്ചാൽ ആ റിയാക്ഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് സ്റ്റെപ്പ് 1ൽ ഇപ്പോൾ എ ഗിവിങ് ബി ആണ് എങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ ബി ഗിവിങ് സി ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ എ ഗിവിങ് സി എന്ന് പറയുന്ന പ്രോസസ്സിൽ എ ഗിവിങ് ബി എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഫാസ്റ്റ് ആണ്, ദിസ് ഇസ് സ്ലോ സ്റ്റെപ്പ്. ഇതാണ് RDS, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പം നമുക്കറിയാം കോംപ്ലക്സ് റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ
RDS. In the case of complex reaction, slowest step is the rate determining step. Rate determining step അല്ലെങ്കിൽ slowest step എന്ന് പറയുന്നത് slowest step ആണ് അവിടുത്തെ rate determining step എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. കറക്റ്റ് ഡയഗ്രാം ഫോർ ദ എക്സോതെർമിക്. അപ്പോൾ എക്സോതെർമിക് ആണെങ്കിൽ ഗ്രാഫ് പ്രോഡക്റ്റിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് താഴേക്ക് ഇരിക്കണം, പ്രോഡക്റ്റിൻ്റെ എനർജി കുറവായിരിക്കണം. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലോ സ്റ്റെപ്പ് ആയിരിക്കും. അപ്പോൾ സ്ലോ സ്റ്റെപ്പ് ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ ആക്ടിവേഷൻ എനർജി കൂടുതലായിരിക്കും. സ്ലോ സ്റ്റെപ്പിൻ്റെ ആക്ടിവേഷൻ എനർജി കൂടുതലായിരിക്കും. ഫാസ്റ്റ് സ്റ്റെപ്പിൻ്റെ ആക്ടിവേഷൻ എനർജി അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. സോ നമ്മൾ നോക്കുക, പീക്ക് എവിടെയാണോ കൂടുതൽ, ശരിയല്ലേ? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇതാണ് RDS എന്ന് പറയുന്നത്, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പാണ്. അപ്പോൾ അത് വരില്ല, അത് തെറ്റാണ്. കാരണം ഇത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ആക്ടിവേഷൻ എനർജി കൂടുതലാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ്, ഇത് ഫാസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, തെറ്റാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ കേസിൽ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് RDS, സ്ലോ സ്റ്റെപ്പാണ്. ഇത് ഫാസ്റ്റാണ്. പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എന്താണ് പ്രോസസ്സ് എന്ന് പറയുന്നത്? റിയാക്റ്റൻസിൻ്റെ എനർജി കുറവും പ്രൊഡക്റ്റിന് എനർജി കൂടുതലുമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ്, ഇത് എൻഡോയുടെ റിയാക്ഷൻ, എൻഡോതെർമിക്കാണ്. അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്നത് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഫാസ്റ്റാണ്, രണ്ടാമത്തത് സ്ലോ ആണ്. ഇതാണ് RDS. സെക്കൻഡ് സ്റ്റെപ്പ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റിൻ്റെ എനർജി കൂടുതലാണ്. ദിസ് പ്രോസസ് ഈസ് വാട്ട്? എൻഡോതെർമിക്. റൈറ്റ്? എൻഡോതെർമിക്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നോക്ക്, ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആണ്, രണ്ടാമത്തത് സ്ലോ ആണ്, അത് തന്നെയാണ് RDS, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? സോ സെക്കൻഡ് സ്റ്റെപ്പ് RDS ആണ്. സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ആക്ടിവേഷൻ എനർജി കൂടുതലാണ്. കർവ് നോക്കുകയാണെങ്കിൽ കുറച്ച് പൊങ്ങി നിൽപ്പുണ്ട് അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും ആൻസർ ഈസ് ഓപ്ഷൻ 4. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പായിട്ട് വരുന്ന എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എക്സോതെർമിക്, എൻഡോ അല്ല എക്സോ ആണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ? യെസ്. നെക്സ്റ്റ് ഈസ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്ക് വരാം. ഫോർ ദ റിയാക്ഷൻ A + 2B gives C + D, the following data were obtained. നമുക്ക് കുറച്ച് ഡാറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എയുടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ബിയുടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട് അല്ലേ? യെസ്. കറക്റ്റ് റേറ്റിലോ എക്സ്പ്രഷൻ വിൽ ബി എന്താണ്? ഓർഡർ കണ്ടുപിടിക്കാനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓർഡർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റും. റേറ്റ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ് മക്കളെ? റേറ്റ് ഈസ് ഈക്വൽ ടു R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു എക്സ് അല്ലേ? എക്സ് എന്നോ ആൽഫ എന്നോ കൊടുക്കാം. A റൈസ് ടു എക്സ് ഇൻറ്റു B റൈസ് ടു എന്താണ്? Y എന്ന് നമുക്ക് കൊടുക്കാം. സോ ഇവിടെ രണ്ട് റേറ്റ് കോൺസ്റ്റൻ്റ് എഴുതുമ്പോൾ ഇവിടുത്തെ റേറ്റിൻ്റെ വാല്യൂ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. സോ ഞാനിവിടെ ഇക്വേഷൻ നമ്പർ ഒന്ന് നോക്കാം. ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ ഇവിടെ 2/1 എടുക്കുകയാണ്. രണ്ട് റേറ്റ് ഇക്വേഷൻ എഴുതിയിട്ട് അതിനെ കമ്പയർ ചെയ്യാണ്. 2/1 എടുക്കാം. 2/1 എടുക്കുമ്പോൾ 2/1 എന്ന് വെച്ചാൽ 1.8 × 10⁻⁻². ഇതാണ് റേറ്റ് അല്ലേ? ഇതാണ് നമ്മുടെ റേറ്റ്. ഡിവൈഡഡ് ബൈ സെക്കൻഡ് റേറ്റ് എന്ന് പറയുന്നത് 2 × 10⁻⁻³ റൈറ്റ്? ഈസ് ഈക്വൽ ടു ഇവൻ്റെ കോൺസെൻട്രേഷൻ നോക്കിയ മക്കളെ. കോൺസെൻട്രേഷൻ നോക്കുന്ന സമയത്ത് ഇത് 0.05 K ഉണ്ട്, ഇവിടെ K ഉണ്ട്. K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് കോൺസെൻട്രേഷൻ വരുമ്പോൾ 0.05 x, പിന്നെ എന്താണ് 0.01 y. കറക്റ്റ് അല്ലേ? ഡിവൈഡഡ് ബൈ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആരാണ്?
പോയിൻ്റ് ഓക്കെ യെസ് 2/1 അല്ലേ. ഇത് പോയിൻ്റ് 0.05 ഉണ്ട്. ബിയുടെ കോൺസെൻട്രേഷൻ 0.2 അല്ലേ, 0.05 0.03. ആക്ച്വലി വാല്യൂ നോക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന വാല്യൂ നോക്കി കമ്പയർ ചെയ്തിട്ട് ആൻസറിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു വാട്ട്, ഇത് 0.05 തന്നെയാണ്. 0.05 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് 0.01. യെസ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്കിവിടെ വരുമ്പോൾ 18 അല്ലേ, 18 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻³ കറക്റ്റ് അല്ലേ. സോ സോൾവ് ചെയ്യുന്ന സമയത്ത് 10⁻³ 10⁻³ ക്യാൻസൽ ആയിപ്പോയി. സോ ഇവിടെ 9 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ. യെസ്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ ഇനി കിട്ടുന്ന ഞാൻ ഫൈനൽ ആൻസർ മാത്രം എഴുതുന്നുണ്ട്. അപ്പോൾ 9 ഈസ് ഈക്വൽ ടു, ഇതെല്ലാം കട്ടായി പോയി. അപ്പോൾ 0.03/0.01. അപ്പോൾ ഞാൻ ദാറ്റ് ഈസ് 3 എന്ന് എഴുതാം, 3y. അപ്പോൾ എന്ന് വെച്ചാൽ 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 3y. സോ y ഈസ് ഈക്വൽ ടു എത്രയാണ്? 2. y ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? y ഈക്വൽ ടു വാട്ട്? 2 എന്ന് കിട്ടും. y ഈസ് ഈക്വൽ ടു വാട്ട്? 2. സോ ഇക്വേഷൻ നമ്പർ 2ഉം ഇവിടെയുള്ള 2 ആൻഡ് 1 കമ്പയർ ചെയ്താൽ ആരുടെ വാല്യൂ കിട്ടും? വൈയുടെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് അടുത്ത് നമ്മളിനി ചെയ്യാൻ പോകുന്നത് 3/1 ചെയ്യാം. 3/1 ചെയ്യുകയാണെങ്കിൽ അടുത്ത ഓർഡറും കിട്ടും, അടുത്ത കമ്പോണൻറ്റിൻ്റെ ഓർഡർ കിട്ടും. 3/1 ഈസ് ഈക്വൽ ടു 4.4 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു k ഇൻറ്റു 0.1/x ഇൻറ്റു 0.01/y ഡിവൈഡഡ് ബൈ k ഇൻറ്റു 0.05/x and 0.01/y. അപ്പോൾ അത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുന്ന സമയത്ത് 0.1/705 എന്ന് കിട്ടും. സോ നമുക്ക് ചെയ്യുമ്പോൾ ഇത് 2 ആണ് ഇവിടെ കിട്ടുക. 2 അല്ലേ, കറക്റ്റ് അല്ലേ. കട്ടായി പോയി. 2/1 അല്ലെങ്കിൽ 2 ഈസ് ഈക്വൽ ടു വാട്ട്? ഇതെല്ലാം കട്ടായി പോയി. ഇത് 0.1/0.05 ദാറ്റ് ഈസ് 2/x ശരിയല്ലേ. സോ x ഈസ് ഈക്വൽ ടു വാട്ട്? 1. x ഈസ് ഈക്വൽ ടു വാട്ട്? 1. x ഈസ് ഈക്വൽ ടു വാട്ട്? 1 എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ. 0.1/0.05 ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? അവിടെ 2 എന്നിട്ട് 2/x. x ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും മക്കളെ? എന്ത് കിട്ടും? റേറ്റ് എക്സ്പ്രഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? റേറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ അല്ലേ. എയുടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? a⁻1 അല്ലേ. ആൻഡ് b⁻2 എത്ര വരും? b⁻2. വൈയുടെ വാല്യൂ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ. സോ നമുക്ക് 24ൻ്റെ ആൻസർ എന്ന് പറയുന്ന റേറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു a⁻1 b⁻2. So the answer is option 1. കറക്റ്റ് അല്ലേ. അപ്പോൾ 24ൻ്റെ ആൻസർ വരുന്ന സമയത്ത് a⁻2 എത്ര വരും? a⁻1 ആൻഡ് b⁻2. കറക്റ്റ് അല്ലേ. യെസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, ഈ മെത്തേഡ് കറക്റ്റായിട്ടൊന്ന് പ്രാക്ടീസ് വെച്ചിരുന്നാൽ മതി കേട്ടോ. വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാല്യൂസ് മാത്രമേ കമ്പയർ ചെയ്യത്തുള്ളൂ. അതായത് 1ഉം 2ഉം എടുക്കുന്ന സമയത്ത് നോക്കുക, എയുടെ കോൺസെൻട്രേഷൻ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, ശരിയല്ലേ. എയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ബിയുടെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്താ 3 ടൈംസ് മാറിയിട്ടുണ്ട്. സോ റേറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഇവിടെ എന്താ 2 ഇൻറ്റു 10⁻³ 1.8 ഇൻറ്റു 10⁻². അപ്പോൾ ആ ഒരു വാല്യൂ കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് 3 ആണ്, ഇതിൻ്റെ പവർ 3/2 എത്രയാണ്? 3/3 ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇത് 3 സ്ക്വയർ വരും. ഇത് 3/y. y ഇസ്ക്വൽ എന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ എത്രയാണ് 1ഉം 3ഉം കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബിയുടെയും കോൺസെൻട്രേഷൻ കട്ടായിപ്പോയി. സോ 4 ബൈ എന്താണ്
എടുക്കുന്ന സമയത്ത് എയുടെ കോൺസെൻട്രേഷൻ ഇവിടെ നോക്കുക, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയ സമയത്ത് റേറ്റ് ബിക്കംസ് എത്രയായിട്ട് മാറി? എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയ സമയത്ത് റേറ്റ് ബിക്കംസ് ഇരട്ടിയായിട്ട് മാറി. എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയപ്പോൾ റേറ്റ് ഇരട്ടിയായിട്ട് മാറി. ഡെഫിനറ്റ് ആയിട്ട് ആ കമ്പോണൻ്റ് ഓർഡർ എത്ര തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റും. ജസ്റ്റ് കുറേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വാല്യൂസ് കമ്പയർ ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും. അത് ഓർത്ത് വയ്ക്കാം. യെസ്, ഓക്കെ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 25. ക്വസ്റ്റ്യൻ നമ്പർ 25 യെസ് പറയുന്നത് ദ കെമിക്കൽ റിയാക്ഷൻ 2O3 gives 3O2 പ്രൊസീഡ്സ് ആസ് ഫോളോസ്. ഇവിടെ ഒരു ഓസോണിൻ്റെ ഡികമ്പോസിഷൻ പറയുന്നുണ്ട്. 2O3 gives 3O2 പ്രൊസീഡ്സ് ആസ് ഫോളോസ്. ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പഠിച്ചോളണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓസോൺ O3 gives O2 + O അതൊരു ഫാസ്റ്റ് റിയാക്ഷനാണ്. അതുപോലെ തന്നെ O+O3 gives 2O2 സ്ലോ റിയാക്ഷനാണ്. റേറ്റ് ലോ എക്സ്പ്രഷൻ ഷുഡ് ബി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് പ്രോസസ്സ് നടക്കുമ്പോൾ O3 ഉണ്ട്. O3 gives എന്താണ്? O2 + O എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് പ്രോസസ്സാണ്. O+ എന്താണ്? O3 gives 2O2 എന്ന് പറയുന്നത് സ്ലോ. ഇതാണ് നമ്മുടെ RDS അല്ലെങ്കിൽ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് റേറ്റ് ലോ എഴുതാൻ പറ്റും. റേറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? K into concentration of O into concentration of what? O3. ഇതാണ് നമ്മുടെ റേറ്റ് ലോ എന്ന് പറയുന്നത്. റേറ്റ് ഈസ് ഈക്വൽ ടു K into concentration of O into concentration of O3. അങ്ങനൊരു ആൻസർ ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അല്ലേ? O3 into concentration of O എന്ന് പറയുന്ന ഒരു ആൻസർ അതിനകത്തുണ്ടോ? ഇല്ല. ശരിയല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ, നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് O എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. O അല്ലേ? ശരിയല്ലേ? അതായത് ഈ പറഞ്ഞ O എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിൻ്റെ കേസ് നമ്മുടെ മെയിൻ മദർ ഇക്വേഷനിൽ പറഞ്ഞിട്ടില്ല. 2O3 gives 3O2 എന്ന് പറയുന്ന നമ്മുടെ മദർ ഇക്വേഷനകത്ത് എന്തില്ല? O എന്ന് പറയുന്ന അതായത് നേസൻ്റ് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ഉൾപ്പെട്ടിട്ടില്ല. മനസ്സിലായല്ലോ? നമ്മുടെ മെയിൻ ഇക്വേഷൻ മദർ ഇക്വേഷനകത്ത് നേസൻ്റ് ഓക്സിജൻ ടേം എവിടെ വന്നിട്ടില്ല? നമ്മുടെ മദർ ഇക്വേഷൻ വന്നിട്ടില്ല. പക്ഷേ സ്റ്റെപ്പ് റിയാക്ഷൻസിനകത്ത് ഓസോണിൻ്റെ കോൺസെൻട്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഫസ്റ്റ് റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഓസോണിൻ്റെ കോൺസെൻട്രേഷൻ ഫൈൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഇങ്ങനെയാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. KEQ is equal to concentration of O2 into concentration of O divided by concentration of what? O3. So concentration of nascent oxygen is equal to KEQ into concentration of what? O3 divided by concentration of what? O2. കുഴപ്പമില്ലല്ലോ? യെസ്. അതിനുശേഷം put the value of concentration of nascent oxygen in this equation, then we get what? Rate is equal to K into concentration of concentration of nascent oxygen, that is KEQ into concentration of what? O3, concentration of O3 by concentration of what? O2 into concentration of what? O3, right? So rate is equal to K into KEQ. K into KEQ ഞാൻ പുതിയൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ എടുക്കുന്നു, അല്ലേ? ഇത് റേറ്റ് കോൺസ്റ്റൻറ്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഞാൻ വെറുതെ K എന്ന് തന്നെ പറയുന്നു. K into concentration of what? O3 into O3 square divided by concentration of what? O2, right? So rate is equal to what? K into concentration of O3 square O2 വരുന്ന സമയത്ത് O2 raised to -1. കറക്റ്റ് അല്ലേ? O2 raised to -1. അപ്പോൾ ഇങ്ങനൊരു ഈ ഒരു കേസ് വരാം. ഒരു റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ചില കമ്പോണൻറ്റുകളുടെ ഓർഡർ എന്ന് പറയുന്നത് നെഗറ്റീവ് ഓർഡർ വരാം. അത് ഓർത്ത് വെച്ചേക്കുക. റിയാക്ഷൻ്റെ ഓൾ ഓർഡർ അല്ല ഞാൻ പറയുന്നത്, ചില കമ്പോണൻസിൻ്റെ ഓർഡർ നെഗറ്റീവ് ഓർഡർ വരാം. നോക്ക്, റേറ്റ് ഈസ് ഈക്വൽ ടു K into O3 square divided by concentration of O2. So rate is equal to K into O3 square into O2 raised to -1. അപ്പോൾ അങ്ങനെ ഒരു റിയാക്ഷൻ ഇതിനകത്തുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. അങ്ങനെ ഒരു റിയാക്ഷൻ R is equal to K into concentration of O3 square into concentration of O2 raised to -1. സോ അങ്ങനെ ഒരു ആൻസർ ഉണ്ട്, അല്ലേ? സോ R is equal to
K into O3 square O2 raised to -1. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. കൈനറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം ഈ ഒരു സമയത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് സോൾവ് ചെയ്യുക. വരുന്ന എക്സാമിനേഷന് കൈനറ്റിക്സിന് നന്നായിട്ട് തിയറിയും ഭംഗിയായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുക. അതിനുശേഷം നല്ല മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ലൈവ് സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.